എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ ധ്യാന ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാധകരെല്ലാവരും അവരുടെ സാധനാ യാത്ര ചെയ്യുന്ന ഓരോ രീതിയിലാണ്. അവരവരുടെ ആ സാധന അല്ലെങ്കിൽ ആ ഉപാസന എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഓരോ സാധകരും ചെയ്യുന്നോ അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് അവർ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. ഓരോ സാധകരുടെ യാത്ര വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഓരോ സാധകരും അവരുടെ ഉപാസന പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധകരുടെ ഉപാസന വ്യത്യസ്തമാണെന്ന് പറയാൻ കാര്യം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പനക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഒരു ഗുരുദേവ ഭക്തനായിട്ടും സാമൂഹിക പ്രവർത്തകനുമായിട്ടും ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്നതാണ്, അനുനിമിഷം പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വത്തെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് K.A. ബാഹുലയൻ എന്നാണ്. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും സാധനാ ലൈഫും ഗുരുദേവ ഭക്തിയും എത്രത്തോളം ഗുരുദേവൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിന് സാമൂഹിക പ്രവർത്തനത്തിന് എത്രത്തോളം പ്രയോജനമായിട്ടുണ്ട് എന്ന് നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം ജി. അങ്ങയുടെ കുടുംബമായ മൈലമൂടിനെ കുറിച്ചൊന്ന് പറയാമോ? മൈലമൂട് കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഈ കുടുംബം എൻ്റെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മമാരും ആദ്യം ഇവിടെ വന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ ജനിച്ചത് സിലോണിലാണ്. സിലോണിൽ ജനിക്കാൻ കാരണം എൻ്റെ അപ്പൂപ്പന്മാരെല്ലാം പല ആവശ്യങ്ങൾക്കായിട്ട് മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ മാറി മാറി താമസിച്ചവരാണ്. വൈദ്യവൃത്തി കൊണ്ട് ജീവിച്ചവരാണ്. അപ്പം സിലോണിൽ എൻ്റെ അപ്പൂപ്പൻ വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ അവിടെ ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പൂപ്പന് ബഹുഭാര്യാത്വം ഉണ്ടാവുകയും മക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അവിടെ അപ്പൂപ്പന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ വരികയും ഒരു അന്വേഷണത്തിൻ്റെ ഫലമായി നെടുമങ്ങാട് താലൂക്ക് കൃഷിക്ക് അനുയോജ്യമായ ധാരാളം സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഭൂമി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കുന്ന ചുറ്റുപാടുള്ള സ്ഥലമാണ് എന്ന് കണ്ടെത്തി നെടുമങ്ങാട്ടിൻ്റെ ഒരു ഉൾപ്രദേശമായ പനക്കോട് എന്ന ഈ പ്രദേശത്ത് ആകസ്മികമായി എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ ജംഗ്ഷൻ മുതൽ അവിടെ ഒരു സൊസൈറ്റി ബാങ്കുണ്ട്. അതുവരെയുള്ള പ്രദേശങ്ങൾ അപ്പൂപ്പൻ ആദ്യമായി കൈവശപ്പെടുത്തുകയും അവിടെ ഒരു കുടുംബ വീട് പോലെ ഒരെണ്ണം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ സിലോണിലാണ് അച്ഛൻ ജനിച്ചതെങ്കിലും അച്ഛൻ്റെ സ്വന്തം സ്ഥലം ഈ വിഴിഞ്ഞത്തിനടുത്തുള്ള ഒരു മുളയ്ക്കൽ എന്ന് പറയുന്ന തറവാടുണ്ട്. പുന്നമ്മൂട് ആ സ്ഥലത്തിൻ്റെ പേര് ഈ പുളിങ്കുടി ഭാഗത്ത് വരുന്ന സ്ഥലമാണ്. അവിടെ മുളയ്ക്കൽ എന്നൊരു തറവാട് വീടുണ്ട്. അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ ഒറിജിനൽ വീട്. അച്ഛൻ്റെ അമ്മയുടെ വീട് അതിനടുത്ത് തന്നെ ഉള്ള പെരിങ്ങമ്മല എന്നൊരു സ്ഥലത്താണ്. അപ്പം അച്ഛൻ്റെ അമ്മമാർ രണ്ടുപേര് ഒരു വീട്ടിൽ നിന്നാണ്. അവർ രണ്ടുപേരെയും കല്യാണം കഴിച്ച് അപ്പൂപ്പൻ അവിടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഇതുപോലെയുള്ള പ്രദേശമല്ല. അപ്പോൾ ഇവിടെ വന്നാലാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഇത് കാണുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ അമ്മൂമ്മമാർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടു. പക്ഷെ കാടും അന്ന് വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ്. റോഡൊന്നുമില്ല. അപ്പോൾ
അന്ന് ആളുകൾ ജീവിക്കുന്നത്, ഈ പ്രദേശത്ത് ജീവിക്കുന്നത് തന്നെ കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിലും അവർ ഈ അന്നത്തെ നിയമപ്രകാരം ജീവിച്ചവരാണ്. അന്നത്തെ നിയമം എന്ന് പറയുന്നത് ഒരു അൺടച്ചബിലിറ്റിയുടെ ഒരു നിയമമാണ്. അപ്പം എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അച്ഛൻ്റെ പേര് കൊച്ചു കുഞ്ഞെന്നാണ്, എൻ്റെ അപ്പൂപ്പൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. അപ്പം കൊച്ചു കുഞ്ഞിൻ്റെ ചേട്ടൻ കുഞ്ഞികൃഷ്ണനും കൂടെ തൊട്ടടുത്ത സ്ഥലത്ത് വെള്ളം ഇങ്ങനെ കോരാൻ പോയി കുടിക്കാൻ. സിലോണിൽ ജനിച്ചതുകൊണ്ടും സിലോണിൽ പഠിച്ചതുകൊണ്ടും സിലോണിൽ വളർന്നതുകൊണ്ടും അവർക്ക് ഈ അൺടച്ചബിലിറ്റിയെ പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. ഗ്രാഹ്യമുണ്ടായിരുന്നെങ്കിൽ അവർക്കത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്തു? വെള്ളം അല്ലേ കുടിക്കാനായിട്ട് പോയി എടുത്തപ്പോൾ അവർ കണ്ടു, അതിൻ്റെ ഉടമസ്ഥന്മാർ കണ്ടു. അവർ ഈ പറയുന്ന എൻ്റെ അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും ജാതിയേക്കാൾ അന്നത്തെ കാലത്ത് ഉയർന്ന ജാതിക്കാരാണ്, ജാതിക്രമം അനുസരിച്ച് അന്നത്തെ. അപ്പോൾ ഈ ഉയർന്ന ജാതിക്കാരുടെ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ അന്ന് പാടില്ല. അങ്ങനെ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അവൾ ഓടി രക്ഷപ്പെട്ട് സ്വന്തമായിട്ടൊരു കിണർ കുഴിച്ച്. അവർ അന്ന് ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ജോലിക്കൊന്നുമുള്ള ആളുകളില്ല. അവർ തന്നെ അച്ഛനും അപ്പൂപ്പനും വലിയച്ഛന്മാരും എല്ലാം കൂടി ചേർന്ന് കിണർ കുഴിച്ചു. ഭാഗ്യത്തിന് വെള്ളം. അപ്പോൾ സിലോണിൽ വെച്ച് ഉൾക്കൊണ്ട ഒരു ഗുരുദേവ ഒരു സ്വാധീനമുണ്ട് അവർക്ക്. കാരണം ഇവർ ജീവിച്ചിരുന്ന കാലത്ത്, സിലോണിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ശിവഗിരി മഠത്തിൽ നിന്നും ഗുരുഭഗവാൻ ധനുഷ്കോടി വഴി അവിടെ എത്തി. സിലോൺ അന്ന് ധനുഷ്കോടിയിൽ അവധിയായിരുന്നു. കാരണം എന്താണ്? ധനുഷ്കോടിയിലെ അമ്പലങ്ങളെല്ലാം അടച്ചു. ഗുരുദേവനോടുള്ള ആദരവ് കൊണ്ടല്ല, അൺടച്ചബിലിറ്റി കൊണ്ടാണ്. ഒരു അന്നത്തെ ജാതിക്രമം അനുസരിച്ചുള്ള ഒരു നിഷിദ്ധമായ, അല്ലെങ്കിൽ ഈ ജാതിയിൽ ഉയർന്നു നിൽക്കുന്നവരുടെ കണ്ണിൽപ്പെടാൻ പാടില്ല. ഒരു താണ ജാതിപ്പെട്ട സന്യാസിയായാലും ആരായാലും അവർ ഇവിടെ എല്ലാം അടച്ചു. കടകമ്പോളങ്ങളെല്ലാം ധനുഷ്കോടി ഇതറിഞ്ഞുണ്ട്. അവിടെ ചെന്നപ്പോൾ, കൊളംബോയിൽ ചെന്നപ്പോൾ അവിടെ അവധി. അപ്പോൾ ഒരു ബുദ്ധ ഭഗവാന്റെ ബുദ്ധ ഭഗവാന്റെ പുനർജന്മം വരികയാണ്. അവിടെ ബുദ്ധ ഭഗവാന്റെ പുനർജന്മമാണ് സിലോണിൽ അക്കാലത്ത്. അങ്ങനെ പുനർജന്മമായ ബുദ്ധ ഭഗവാന്റെ ഒരു സ്വാധീനമുള്ള രാജ്യമാണ് അന്ന് സിലോൺ, ഇന്നത്തെ ശ്രീലങ്കയാണ്. അപ്പോൾ അച്ഛനും വലിയച്ഛന്മാരും കൊച്ചച്ഛനും അന്ന് കൊച്ചുകുട്ടികളായിരുന്ന മറ്റ് അച്ഛൻ്റെ സഹോദരിമാരും അമ്മമാരും എല്ലാവരും ഇങ്ങനെ ഇതറിഞ്ഞ് ഗുരുദേവനെ കാണാനിരിക്കുകയാണ്. അവിടെ അവധി പ്രഖ്യാപിക്കാൻ കാരണം ആദരവ് കൊണ്ടാണ്. ധനുഷ്കോടിയിൽ അനാദരവിൻ്റെ പ്രതീകമാണെങ്കിൽ അവിടുത്തെ അവധി ആദരവിൻ്റെ പ്രതീകമാണ്. ഇപ്പോൾ കൊളംബോയിൽ 1000 ഏക്കർ ഭൂമി അവിടുത്തെ അന്നത്തെ ഭരണാധികാരികൾ ഗുരുഭഗവാന്റെ ആശ്രമങ്ങൾ പണിയുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടും അനുവദിച്ചു കൊടുത്തു. ഗുരുഭഗവാൻ അതൊക്കെ അത് ശ്രദ്ധിക്കാതെ മറ്റാൾക്കാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിനെ, അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിപ്പോൾ അവിടെ ചുരുങ്ങി ഒരു ചെറിയ, അവിടെ പോയാൽ അറിയാം, ചെറിയ ഒരു ഹാള് പോലെ, ഒരു മണ്ഡപം പോലെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്വാധീനം അന്ന് ഗുരുദേവൻ്റെ അന്നത്തെ പ്രഭാഷണങ്ങളും ഗുരുദേവൻ്റെ ചലനങ്ങളും ഗുരുദേവൻ്റെ ആത്മീയതയിൽ അടിത്തറയിലുള്ള ശാന്തതയും എല്ലാം എൻ്റെ അപ്പൂപ്പനെയും എൻ്റെ അച്ഛനെയും വലിയച്ഛനെയൊക്കെ നന്നായിട്ട് സ്വാധീനിച്ചു.
അപ്പോൾ ഗുരുദേവൻ്റെ ഒരു പാത കൊള്ളാം എന്ന് അവർക്ക് തോന്നി. അവർക്ക് തോന്നിയെങ്കിലും അവർ ആത്മീയ വഴിയിലേക്കുള്ള പ്രയാണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലുടനീളം ആ സ്വാധീനം നിഴലിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് സത്യസന്ധരായിട്ടും മനുഷ്യസ്നേഹികളായിട്ടും ജീവിക്കാൻ കഴിയും. ഈ തറവാട്ടിൽ അന്നത്തെ ജാതിക്രമം അനുസരിച്ച് ഇതിനേക്കാൾ താഴ്ന്ന ജാതിക്കാരുണ്ട് ഈ നാട്ടിൽ. അന്ന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു വീട് ഇതാണ്. അപ്പോൾ ഈ അടുത്ത പ്രദേശത്തു നിന്നും ഒരു താഴ്ന്ന ജാതി എന്ന് പറഞ്ഞൊരാൾ ഇവിടെ ജോലിക്കായിട്ടൊന്നും അച്ഛനാ ചിന്തയില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അന്ന് ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ പേര് പറഞ്ഞു വിളിക്കും, എത്ര മുതിർന്ന ആളായാലും. പക്ഷെ ഞങ്ങളതിനെ അനുവദിച്ചിട്ടില്ല. ഞങ്ങളെ പ്രായമനുസരിച്ച് സംബോധന ചെയ്യാനേ അനുവദിച്ചിട്ടുള്ളൂ അച്ഛൻ. കാരണം അച്ഛൻ ഇതിൽ വിശ്വസിക്കാത്ത ഒരു രാജ്യത്ത് ജനിച്ചു വളർന്ന ആളാണ്. അത് ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നും ആ വിഭാഗം ആൾക്കാർ ഇപ്പോഴും എന്നെ അണ്ണാന്നും ഞാൻ അണ്ണാന്നും വിളിക്കുന്ന വിഭാഗങ്ങളാണ്. എന്നോടും എൻ്റെ കുടുംബങ്ങളോടും വളരെ സ്നേഹമുള്ള. അതിലൊരു ഒരു 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 അമ്മ പ്രസവത്തോടെ മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൻ്റെ ഭാര്യയാണ് അമ്മ. അപ്പോൾ ആ അമ്മയ്ക്കൊരു മോനുണ്ട്. രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചു. അമ്മ മരിച്ചു, വളർത്താനാവില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അമ്മ ആ കുട്ടിയെടുത്ത് ഞങ്ങളോടൊപ്പം അമ്മയുടെ മകളെപ്പോലെ വളർത്തി. എൻ്റെ മൂത്ത ചേച്ചി എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ ആ കുട്ടിയെയും എടുത്തുകൊണ്ടുവന്ന്. ലീല എന്നാണ് കുട്ടിയുടെ പേര്. ഞങ്ങൾ ഏകദേശം വലിയ വ്യത്യാസമില്ലാത്ത പ്രായങ്ങളാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി വിജയമ്മ ചേച്ചി ഇവിടെ വന്നു. ഈ അടുത്ത കാലത്ത് അവർ മരിച്ചുപോയി. ഇവിടെ വന്ന് ഒരു മാസം ഇവിടെ താമസിച്ചു. അപ്പോൾ അവർ വരുന്ന പ്രമാണിച്ചാണ് ഈ മുറി കെട്ടിയത്. സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അവർക്ക് അലർജി ആണ് ഇവിടെ ഈ ടൈലിട്ടത്, പൊടി വരാതിരിക്കുക. എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല, കാരണം പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ്. പുല്ലാണ് ഇഷ്ടം. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയാണ്. ചേച്ചി വന്നോടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ലീലയെ കാണണം. ഞാനിത് പറയുന്നത് ആ ഒരു ഒരു ബന്ധം എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ചേച്ചി എന്തായാലും ഓർമ്മിച്ച് പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ ആളയച്ചു. അവൾ വന്നത് കുറേ പലഹാരങ്ങൾ ഓറഞ്ച് ഒക്കെ ആയിട്ടാണ് അമ്മയെപ്പോലെ കാണാൻ വരുന്നത്. എന്നിട്ട് എൻ്റെ ചേച്ചിയുടെ കയ്യിൽ 500 രൂപ തൊഴിലുറപ്പ് ചെയ്തുണ്ടാക്കിയ 500 രൂപ എടുത്ത് കൊടുക്കുകയാണ്. ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ച് ചേച്ചി കഴിക്കണം. ചേച്ചി കെട്ടിപ്പിടിച്ചിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് ചേച്ചി തിരിച്ച് 1000 രൂപ കൊടുത്തു. ചേച്ചി പൈസ അവൾ തന്ന പൈസ കൊടുത്തില്ല, അത് മാറ്റി വെച്ചു, വേറെ 1000 രൂപ കൊടുത്തു. എന്നിട്ട് അവൾ ലീലയും മരിച്ചു, എൻ്റെ ചേച്ചിയും മരിച്ചു. അപ്പം ഞാനിത് പറഞ്ഞത് ഇന്നത്തെ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി ഞങ്ങളെ ബാധിക്കാതെ അച്ഛൻ നോക്കിയത്, അച്ഛന് ഒരു കാര്യം മനസ്സിലായത്, ഈ സമ്പത്തിൻ്റെ മുമ്പിൽ ഇത് തകർന്നടിയുന്ന ഒരു സമ്പ്രദായമാണ് ഈ ജാതി വ്യവസ്ഥിതി. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അച്ഛനും കുറേ ശാന്തത വന്നത്, ശാന്തമായ ഒരു മുഖവും ശാന്തമായ ഒരു നടത്തയും വളരെ ശാന്തമായ വർത്തമാനത്തിന് ഉടമയാണ് അച്ഛൻ. അപ്പനും അങ്ങനെ ആയിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ ശാസിക്കുന്നതിന് തന്നെ ഒരു മര്യാദയുണ്ട്. വളരെ സൃഷ്ടിപരമായ ശാസനയായിരിക്കും. അത് മാത്രമല്ല, ഞങ്ങളെ അടിക്കാറുണ്ട്. കാരണം മൂത്ത ചേട്ടൻ പോയിട്ട് ബാക്കി ഞങ്ങൾ 4 ആണുങ്ങളാണ്. അച്ഛന് 4 ആൺമക്കളാണ്, 4 പെൺമക്കളുമാണ്. 5 ആൺമക്കളും 5 പെൺമക്കളുമാണ്. അതിൽ നേരത്തെ 2 പേര് മരിച്ചുപോയി. ഞാൻ ജനിക്കുന്ന മുമ്പ് മരിച്ചുപോയി.
അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ മൂത്ത ചേട്ടൻ വളരെ മാന്യനായ സൗമ്യനായ വെജിറ്റേറിയനാണ്. അത് അച്ഛൻ്റെ കൂടെ നടന്നുകൊണ്ട് അപ്പനെയും എൻ്റെ സ്വാധീനമാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വളരെയധികം അദ്ദേഹം ഒരു സത്വനായ ഗാന്ധിയനാണ്, സത്യമേ പറയൂ. രണ്ടാമത്തെ ചേട്ടൻ മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം ഇത്തിരി പകതിരിവ് കുറഞ്ഞവരാണ്. അപ്പം അച്ഛന് ഇത് ശാസിക്കേണ്ടി വരും, തല്ലേണ്ടി വരും. അച്ഛൻ തല്ലണ രീതി ഒരു അത്ഭുത രീതിയാണ്. ദേഷ്യത്തോടെ പോവും, തൈത്തെങ്ങിൻ്റെ മൂട്ടി ചെല്ലും, ഒരു ഓലക്കാൽ എടുക്കും, ഈക്കിൽ കളയും, അത് പറ്റ വെച്ചടിക്കും. ഈക്കിലില്ലാത്ത ഓലക്കാലിൻ്റെ അടിയേറ്റുള്ളവരാണ് ഞങ്ങൾ എല്ലാ മക്കളും. പക്ഷേ അച്ഛൻ്റെ ഈ അറിയാമല്ലോ വേദനിക്കില്ലെന്ന്, ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കും. ആ മർദ്ദനം എന്ന് പറയുന്നത് വളരെ വളരെയധികം നമ്മളെ സ്വാധീനിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. പിന്നെ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി നോക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളിങ്ങനെ വളർന്നു വന്നത് സർവതന്ത്ര സ്വതന്ത്രരായിട്ടാണ്. സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ടി വി കാണരുത്, അവിടെ പോരുത്, ഇവിടെ പോരുത്, അയൽവക്കത്ത് പോരുത് എല്ലാം പറയുമല്ലോ. നമുക്ക് അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ, എൻ്റെ മൂത്ത ചേട്ടൻ ഇവിടുത്തെ SNDP ശാഖ പ്രസിഡൻ്റായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ 2 പഞ്ചായത്തുകളിൽ മാറി മാറി 25 വർഷത്തോളം മെമ്പറായിരുന്നു. രണ്ടാമത്തെ ചേട്ടനാണ് ഇവിടുത്തെ ബാങ്ക് ഉണ്ടാക്കിയത്. ഇവിടുത്തെ ബാങ്ക് അന്ന് സൊസൈറ്റി അത് പ്രസിഡൻ്റ് അണ്ണനാണ്. മൂന്നാമത്തെ എണ്ണം നെടുമങ്ങാട് ശാഖയുടെ പ്രസിഡൻ്റായിരുന്നു. SNDP ശാഖ ഇവിടെ ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനാണ്, സ്ഥാപകനാണ്. ഞാനും ഇവിടെ പ്രസിഡൻ്റായിരുന്നു. SNDPയുടെ യൂണിയൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് ഞാനാണ്. SNDPയുടെ ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ സ്ഥലത്തിൽ നിന്ന്, എൻ്റെ അപ്പൂപ്പൻ്റെ 2 മക്കളിൽ നിന്ന് വാങ്ങിച്ചു ചേർത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ആരനാട് SNDP യൂണിയൻ്റെ സ്ഥലം ഇത് എൻ്റെ അച്ഛൻ്റെ പേരിലും അത് എൻ്റെ പേരിലുമാണ് യൂണിയൻ. ഇത്രയും ഞങ്ങൾക്കിത് വരാൻ കാരണം തന്നെ ഒന്ന്, ജാതി എന്ന് പറയുന്ന സമ്പ്രദായം മാറണം. ജാതി സമ്പ്രദായം മാറ്റാൻ ഗുരുദേവ ദർശനത്തിനുള്ളതുപോലെ ശക്തി മറ്റൊരു ദർശനങ്ങൾക്കുമില്ല എന്നൊരു തിരിച്ചറിവ് എൻ്റെ അച്ഛൻ്റെ കൂടെ നടന്ന്, അച്ഛൻ്റെ SNDP ശാഖ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അച്ഛനോടൊപ്പം അച്ഛൻ്റെ ഒരു സഹായിയായി പല സന്ദർഭങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അന്ന് കല്യാണം രജിസ്റ്റർ ചെയ്യേണ്ടത് നിയമപരമായി ഉള്ള ഒരു ഏർപ്പാടാണ്. ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ളവർക്ക് അന്ന് ഈഴവ സമുദായം, അവരുടെ കല്യാണത്തിന് ഇവിടെ പോയി രജിസ്റ്റർ ചെയ്യേണ്ട പഞ്ചായത്തിൽ SNDPയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പം സെക്രട്ടറി വന്നില്ലെങ്കിൽ നെടുമങ്ങാട് സ്കൂളിൽ പഠിക്കുന്ന ഞാൻ ഇവിടെ വരും വെള്ളിയാഴ്ച, ശനിയും ഞായറും ഇവിടെ കാണും. ഈ ശനിയും ഞായറും കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവിടെയാണ് ഡ്യൂട്ടി, സെക്രട്ടറി വന്നില്ലെങ്കിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കും. കല്യാണത്തിൽ വരുന്നവരുടെ കാര്യങ്ങളും കല്യാണത്തിൽ പങ്കെടുക്കുന്നവരുടെ രീതികളൊക്കെ എനിക്ക് കുട്ടിക്കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കും. അതിൻ്റെ വർക്ക് നടത്തും. അച്ഛനൂടെ നടന്നുകൊണ്ടാണ്. പിന്നെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ശാഖയുടെ എല്ലാ പ്രവർത്തനം ഞാൻ കൂടെ അച്ഛൻ്റെ ഒരു വാൽപ്പിളാക്കായിട്ട് പോകും. മറ്റ് എൻ്റെ സഹോദരന്മാർക്കൊന്നും എൻ്റെ അത്ര ഈ അച്ഛനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് കാര്യം? അവരച്ഛൻ്റെ കൂടെ എന്നെപ്പോലെ നടന്നിട്ടില്ല. എനിക്ക് നടക്കാനുള്ള അവസരമുണ്ട്. ഞാൻ ലാസ്റ്റാണ്. അമ്മയുമായിട്ടും ഞാൻ ഏകദേശം 4ാം ക്ലാസ് കഴിയുന്ന 5ാം ക്ലാസ് പഠിക്കുമ്പോഴും പാല് കുടിക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ പാല് കുടിക്കുമായിരുന്നു. അപ്പോൾ മനസ്സിലായില്ല അമ്മയായിട്ടുള്ള. അപ്പോൾ അമ്മയായിട്ടായിരുന്നാലും അച്ഛനുമായിട്ടായിരുന്നാലും എനിക്കുള്ള ബന്ധം മറ്റെൻ്റെ സഹോദരങ്ങൾക്കൊന്നും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ജനിച്ചത് ലാസ്റ്റായിട്ടാണ്. അപ്പം അച്ഛനോടൊപ്പം ശാഖയുടെ പരിപാടികളിൽ വാർഷികങ്ങളിലെല്ലാം ഞാൻ പോകും. ഒരു പ്രാവശ്യം ഞാൻ നെടുമങ്ങാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂൾ ടൗൺ LPSലൊക്കെയാണ് പഠിച്ചത്.
പിന്നെ ഹൈസ്കൂൾ നെടുമങ്ങാട് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കോളേജിൽ ട്രിവാൻഡ്രത്തും പോയി. അപ്പോൾ അച്ഛന് ഇവിടെ അമ്മയും കാണാൻ വരുന്നപ്പോൾ ഒരു ദിവസം ഈ ശാഖയുടെ വാർഷിക പൊതുയോഗം നടക്കുന്നു. അന്ന് സ്ഥലമുണ്ട്, പക്ഷേ കെട്ടിടമില്ല. അപ്പോൾ നെയ്ത്ത് പഠിപ്പിക്കാനായിട്ട് അതിൻ്റെ സമീപത്തുള്ള ഒരു പ്രദേശത്ത് അച്ഛൻ്റെ സ്വന്തം സ്ഥലത്ത് അവിടെ ഒരു വലിയ ഷെഡുണ്ട്, നെയ്ത്ത് ശാല. നെയ്ത്ത് അച്ഛൻ മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ നെയ്ത്ത് ശാലയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യൂണിയൻ സെക്രട്ടറി പറഞ്ഞു, കൺട്രാക്റ്റിൻ്റെ മകനെ നമുക്ക് ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ ചുമതലയേൽപ്പിക്കണം. അപ്പോൾ അച്ഛൻ നടന്ന് ചോദിച്ചു, അത് കുട്ടികൾക്കുള്ള ഒരു സംഘടന ഉണ്ടാക്കാം. അങ്ങനെ ശ്രീനാരായണ ബാല സമാജം എന്ന് പറഞ്ഞ് ഈ നാട്ടിലേക്ക് വേണ്ടി, ഈ ശാഖയ്ക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടായി. എന്നെ അതിൻ്റെ പ്രസിഡൻ്റാക്കി. എനിക്ക് വയസ്സ് 9. സെക്രട്ടറി ആയിട്ട് എൻ്റെ തന്നെ ഒരു അടുത്ത ബന്ധുവായ ശ്രീധരൻ, അത് ഇപ്പോഴുണ്ട്. ഇപ്പോഴും അദ്ദേഹം വലിയ ശ്രീനാരായണ ഭക്തനാണ്. എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു കൊച്ചിൻ്റെ മകളെ തന്നെ പുള്ളി പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ അടുപ്പമാണ്. അങ്ങനെ തുടങ്ങിയതാണ് ഇത്. അപ്പം ഈ പ്രസ്ഥാനവുമായിട്ട് എനിക്ക് മറ്റെല്ലാ സാധ്യതകളും എനിക്കൊരു സാധ്യതകളായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും പിന്നെ ജില്ലാ സെക്രട്ടറിയും പിന്നെ സംസ്ഥാന തലത്തിലും എല്ലാം വിദ്യാർത്ഥി ഫെഡറേഷനിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് വിദ്യാർത്ഥി ഫെഡറേഷനിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരെല്ലാം മന്ത്രിമാരായി, MP-മാരായി. ബിനോയ് വിശ്വം ഇപ്പോഴത്തെ CPI സ്റ്റേറ്റ് സെക്രട്ടറി എൻ്റെ ബാല്യകാല സുഹൃത്താണ്. KP രാജേന്ദ്രൻ മുൻ മന്ത്രി എൻ്റെ ബാല്യകാല സുഹൃത്താണ്. കാനൻ രാജേന്ദ്രൻ എന്നെക്കാൾ മുതിർന്ന ആളാണ്. എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ നേതാവാണ്. അദ്ദേഹം അന്ന് യുവാവാണ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ല 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 നിലകളിലേക്ക് പോയി. പക്ഷെ അതൊന്നും സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലാവുകയും ഭൗതിക അടിത്തറയിൽ നിന്നും ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ രാഷ്ട്രീയമായി കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ അമ്മ രാഷ്ട്രീയമായി കോൺഗ്രസ്സുകാരിയാണ്. അതിന് ഗാന്ധിയുടെ സ്വാധീനമാണ്. ഗാന്ധിജി, മഹാത്മജി എന്ന് മാത്രമേ അവർ പറയാറുള്ളൂ. ഗാന്ധിയെന്നോ മഹാത്മാഗാന്ധി പറയും. മഹാത്മജി അത്രത്തോളം മഹാത്മജിയുടെ സ്വാധീനമുള്ളവരാണ്. അങ്ങനെ എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇടയ്ക്കിടയ്ക്ക് നിന്നുപോകും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു ഭാവി വേണമെങ്കിൽ പ്രവർത്തനത്തിനൊരു നൈരന്തര്യം വേണം. വല്ലപ്പോഴൊക്കെ പോയാൽ പോരാ. അങ്ങനെ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നിലേക്ക് ഇങ്ങനെ നന്നായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, സമൂഹത്തിൽ മാറേണ്ടത് ജാതിയാണ്. നമ്മളൊക്കെ ഹിന്ദുമതം എന്ന് പറയുന്നൊരു മതത്തിനകത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഹിന്ദുമതത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം സവർണ അവർണ വ്യത്യാസമാണ്. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെല്ലാം കഴിക്കാതിരിക്കുന്നത് പോലെ തന്നെ ഹിന്ദുക്കളിലെ അവർണ ജാതിക്കാർ തമ്മിൽ വിവാഹം കഴിക്കില്ല, സവർണ ജാതിക്കാർ തമ്മിൽ വിവാഹം കഴിക്കും. ഉദാഹരണത്തിന് സവർണ ജാതിക്കാരെന്ന് പറയുന്നതാണല്ലോ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിന് താഴോട്ടുള്ള യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരല്ലെങ്കിലും അവർ ഹിന്ദു ദൈവങ്ങളെ തന്നെയാണ് അവരും ആരാധിക്കുന്നത്. അപ്പോൾ നായരിൽ വന്ന് ആ മതം അവസാനിക്കുകയാണ്, താഴോട്ടില്ല. അതുകൊണ്ട് അവർ തമ്മിൽ വിവാഹം കഴിക്കും. ഒരു നായർക്ക് ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിക്കാം, ബ്രാഹ്മണ വീട്ടിൽ പോയി ആലോചിച്ച് വിവാഹം കഴിക്കാം. ഒരു ബ്രാഹ്മണന് ക്ഷത്രിയൻ്റെ വീട്ടിൽ പോയി ആലോചിച്ച് വിവാഹം കഴിക്കാം. അങ്ങനെ പരസ്പരം ചെയ്യാം. എന്നാൽ ഒരു ഈഴവന് ഒരു നായരെ വീട്ടിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു നായർക്ക് ഒരു ഈഴവൻ്റെ വീട്ടിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു ഈഴവന് ഒരു പുലയൻ്റെ വീട്ടിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു പുലയനൊരു പറയൻ്റെ വീട്ടിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു പറയനൊരു നാടാൻ്റെയും നാടൊരു ചെട്ടിയാരുടെയും ചെട്ടിയാർക്ക് തട്ടാൻ്റെയും വിവാഹം കഴിക്കും. പല മതങ്ങളെപ്പോലെയാണ് അവർ ജീവിക്കുന്നത്.
അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരം, ഈ പറയുന്ന ഹിന്ദുമതത്തിലെ ഹിന്ദു ദൈവങ്ങളെ രാമനെയും കൃഷ്ണനെയും മഹാദേവനെയും സരസ്വതിയും മഹാലക്ഷ്മിയും എല്ലാം ആരാധിക്കുന്ന ഈ സമൂഹം, അവർ ഹിന്ദു ആയിക്കോട്ടെ ഹിന്ദു അല്ലാതായിക്കോട്ടെ, ഹിന്ദുമതത്തിന് പുറത്തായിക്കോട്ടെ, പക്ഷേ അവർ മനുഷ്യരായിട്ട് ഒരുമിച്ച് നിന്ന് പരസ്പരം വിവാഹം കഴിച്ച് സ്വന്തമായി ഒരു എന്താ പറയുക, അവർ തങ്ങളുടെ അകലം ഒന്ന് കുറയ്ക്കുമ്പം ഇവർ ഒറ്റക്കെട്ടായി പരസ്പര വിവാഹം കഴിച്ചൊരു സമൂഹമായി മാറുമ്പോൾ മറ്റേ സമൂഹവും ഈ സമൂഹവും കാലക്രമേണ ഒന്നായി മാറും. അങ്ങനൊരു ചിന്താധാര എന്നിലേക്ക് കടത്തിവിട്ടത് ഗുരുദേവ ദർശനത്തിൻ്റെ അടിത്തറയിൽ ജനിച്ച കുടുംബത്തിലായതുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തിൽ അൺടച്ചബിലിറ്റി ലവലേശമില്ലാതായത് അതുകൊണ്ടാണ്. ജാതി ചിന്ത തീരെ ഇല്ലാതായത് അതുകൊണ്ടാണ്. എനിക്ക് ഈ മീറ്റ് ടു മീ സെൻറ്ററിൽ വരുമ്പോഴാണ് സത്യത്തിൽ ശിവഗിരി മഠത്തിൽ പോകുന്നൊരനുഭവം ഉണ്ടാകുന്നത്. എന്താണ് കാര്യം എന്നറിയാമോ? ഈ മീറ്റ് ടു മീ സെൻറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ ക്രിസ്തുവുണ്ട്, അവിടെ നവതിരുമേനിയുണ്ട്, അവിടെ ഹിന്ദു ദൈവങ്ങളുണ്ട്, അവിടെ ശ്രീബുദ്ധനുണ്ട്, അവിടെ വരുന്നവരിൽ ഇതെല്ലാം ഉണ്ട്. അവിടെ വരുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു സുഖം. അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ എല്ലാമായ അവധൂർ ഗുരുപ്രസാദ് ജി, അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ബന്ധം പറഞ്ഞാൽ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ ഗുരുവാണ്. എല്ലാ കാര്യങ്ങളിലും ഞാൻ അവധൂത് ഗുരുപ്രസാദിൻ്റെ പാതകൾ പിന്തുടർന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തോളം ഉയരാനൊന്നും എനിക്ക് സാധിക്കില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഒരു പരിധി വരെ സാധിക്കും, എനിക്ക് അത്രയും പോലും സാധിക്കില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മീറ്റ് ടു മീ സെൻറ്ററിൽ നിരന്തരം ഞാൻ വരും. എനിക്ക് എപ്പോഴെല്ലാം അവസരം കിട്ടുമോ അപ്പോഴെല്ലാം ഞാൻ വരും. പ്രത്യേകിച്ച് ആ ബൊമ്മകുരു നടക്കുന്ന സന്ദർഭം, ബൊമ്മകുരുയുടെ കാലം, ഞാൻ ബൊമ്മകുരു എന്ന് പറയുന്ന ആ ഒരു മായാലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായിട്ട് ഈ മീറ്റ് ടു മീ സെൻറ്ററിലാണ്. അതിനു മുമ്പ് ഞാൻ ബൊമ്മകുരു എന്നൊരു വാക്കേ കേട്ടിട്ടില്ല. ബൊമ്മകുരു എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്താണ് ഈ ബൊമ്മകുരു എന്നും എന്താണ് ഈ നവരാത്രി ഉത്സവങ്ങളുടെ ഇതിനകത്തുള്ള അതിൻ്റെ അടിത്തറ എന്താണ്, അടിസ്ഥാനം എന്താണെന്നും ഈ നവരാത്രി ഉത്സവങ്ങൾ, നവഗ്രഹങ്ങൾ, ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ഈ ഗുരുപ്രസാദ് ജിയുടെ മീറ്റ് ടു മീ സെൻറ്ററിൽ നിന്നാണ്. അത് ഓരോ വർഷവും കഴിയുന്തോറും ആ ലോകം ഇങ്ങനെ വികസിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുമല്ല, അത് ചിട്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് അത് തന്നെ ഒരു കാഴ്ചയാണ്. ആ മീറ്റ് ടു മീ സെൻറ്റർ ചിട്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഇങ്ങനെ തിളങ്ങുന്ന വിളക്കുകൾ, സ്വർണം പോലെ, സ്വർണത്തിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള തിളക്കം വിളക്കുകളെന്ന് വെച്ചാൽ വിളക്കുകൾ എത്ര വിളക്കുണ്ടെങ്കിലും ആ വിളക്കുകളുടെ പ്രകാശം മതി, ലൈറ്റ് വേണ്ട, അത്രത്തോളം തിളങ്ങുന്നു. ഞാൻ ആലങ്കാരികമായി പറഞ്ഞാൽ. അതേപോലെ തന്നെ കണ്ടിട്ടില്ലാത്ത എത്രയോ അത്ഭുതങ്ങൾ, ബൊമ്മകൾ, മറ്റു കാര്യങ്ങളെല്ലാം അവിടെ. അതിന് തെറ്റായ യാതൊരു വഴികളുമില്ല. ആ വീട്ടിൽ തന്നെ ഒരു മരണം നടന്നു. അവധൂർ ഗുരുപ്രസാദിയുടെ അമ്മയുടെ അച്ഛനാണ് മരിച്ചത്. 93 വയസ്സായ മനുഷ്യനാണ് അദ്ദേഹം മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബൊമ്മകൊരു കാലഘട്ടമാണ്, അയിത്തം. ഈ അയിത്തത്തിൽ എന്ന് പറയുന്ന അത് എനിക്ക് വിശ്വാസമില്ലാതാക്കിയത് ഈ മീറ്റ് ടു മീ സെൻറ്ററാണ്. എന്തായിത്തം? ഗുരുപ്രസാദ് ജി പറഞ്ഞു ആർക്കും ഇവിടെ വരാം, ഇവിടുത്തെ പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ ബൊമ്മകൊരു കാലഘട്ടത്തിൽ വെജിറ്റേറിയൻ സസ്യാഹാരമല്ലാതെ മറ്റൊന്നും ഇവിടെ ഈ ഭവനത്തിലെ അല്ലെങ്കിൽ മുകളിലാണ് ഈ ബൊമ്മകൊലു നടക്കുന്നതും ഈ മീറ്റ് ടു മീ സെൻറ്ററിൻ്റെ ആസ്ഥാനം. താഴെ ജീവിക്കുന്നവർ മാംസബുക്കുകളാണ്. സസ്യബുക്കായിട്ട് ഒരാളേ ഉള്ളൂ, അത് മുകളിലാണ്. അപ്പോൾ ഈ മാംസബുക്കുകൾ അത് കഴിക്കാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ. അത് ഗുരുപ്രസാദ് ജിയുടെ ഒരു നിർദ്ദേശമാണ്. അതനുസരിച്ച് ഉള്ള ആ മരണാനന്തര ചടങ്ങുകളിൽ അത് ഉൾപ്പെടുത്തി എല്ലാ വരുന്നവർക്കും പോയി അത് ദർശിക്കാനും തൊഴാനും. അപ്പോൾ പലരും എന്താ ചോദിച്ചു, അത് പക്ഷേ ഇതിപ്പം
16 ദിവസം വരെ, 40 ദിവസം വരെ ഇങ്ങനെയൊക്കെ ദിവസങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അത് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യമല്ല, അത് അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കുക. അപ്പോൾ അദ്ദേഹം അതിനുള്ള ഉചിതമായ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന, നിങ്ങൾക്ക് ബോധ്യമാകുന്ന മറുപടി തരും. അങ്ങനെയാണ് പല ആളുകളുടെയും മനസ്സിലുള്ള ഇരുട്ടിനെ കുറേ, എനിക്കത് ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഇരുട്ടാണ്, അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം നമുക്കില്ലല്ലോ, എനിക്കും ഒരുപാട് അറിവില്ലായ്മയുണ്ട്. അത് ഈ മീ ടു മീ സെൻറ്ററിലൂടെ ഒരു പരിധി വരെ, ഇപ്പം എൻ്റെ കുടുംബജീവിതത്തിൽ പല ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ദുരന്തം താങ്ങാനാവാത്ത ദുരന്തമാണ്. ഞാനും എൻ്റെ ഭാര്യയും താങ്ങാനാവാത്ത ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അവധൂത് ഗുരുപ്രസാദിൻ്റെ സാന്നിധ്യമാണ്. അതുതന്നെയാണ് എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയുന്നത്. നമ്മൾ സ്വയം ജീവിതം വെടിയാതിരുന്നതിന് കാരണവും ഗുരുമോനെന്നാണ് എൻ്റെ ഭാര്യ അവധൂതിയെ വിളിക്കുന്നത്. കാരണം എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകനും കൂടെയാണല്ലോ. ഇല്ലായിരുന്നുവെങ്കിലൊരു പക്ഷേ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുക ഇല്ല. ഇപ്പോൾ മനസ്സിലായി കാണും ഈ മീ ടു വിമൻ സെൻറ്റർ എന്തുമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞല്ലോ, ഈ ചെറുപ്പകാലം മുതലേ ആ ഗുരുദേവ ദർശനം എത്രത്തോളം സ്വാധീനിച്ചു എന്നങ്ങയിൽ. ആ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ ആ വഴി അദ്ദേഹത്തിൻ്റെ ആ ഒരു വഴി, ആ ഒരു ദർശനങ്ങൾ. ഇപ്പം ഈ ഇവിടേക്ക് വന്നപ്പോൾ നെടുമങ്ങാട് പനക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഈ ഒരു ഗുരുദേവ ദർശനങ്ങൾ ഈ ആ ഒരു കാലഘട്ടത്ത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സ്വാധീനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഗുരുദേവ ദർശനങ്ങളുടെ ആ ഒരു സ്വാധീനം. എൻ്റെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഇവിടെ സ്ഥിരമായി താമസിച്ച ഒരാളല്ല. അവധി ദിവസം ആഴ്ചയിൽ 2 ദിവസങ്ങളുള്ളൂ. ബാക്കി ദിവസം ഞങ്ങൾക്ക് നെടുമങ്ങാട്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനും ഞങ്ങൾക്ക് പഠിക്കാനും ഒക്കെ ഒരു വീടും അതിനുള്ള സംവിധാനം നെടുമങ്ങാട്ടുണ്ട്, ടൗണിലുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതെൻ്റെ ബ്രദറിനാണെന്നേ ഉള്ളൂ ആ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരും. പക്ഷേ ഇടയ്ക്ക് വരുമ്പോഴും എനിക്ക് ഒരു ശ്രദ്ധയുണ്ട് കാര്യങ്ങളിൽ. അപ്പോൾ ഇവിടെ ചില അമ്മമാർ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ അമ്മ കതവടയ്ക്കും. ആട്ടിപ്പായിക്കും ഞങ്ങൾ. എന്തിനാണെന്ന് നോക്കിയപ്പോൾ അവർ അല്പം ഉയർന്ന ജാതിക്കാരാണ്. അവർ താഴ്ന്ന ജാതിയാണ്. ഈ വീട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അൺടച്ചബിലിറ്റി. അങ്ങനെ എനിക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കും, നീ അറിയണ്ട എന്ന് പറയും അമ്മ. അമ്മയ്ക്കും ഇത് സൂക്ഷിക്കണം, ആരും അറിയാതെ. അപ്പോൾ അന്ന് ഈ പ്രദേശത്ത് കുറച്ച് ദാരിദ്ര്യമുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും അത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളത് ബാധിച്ചിട്ടില്ലാത്ത കാര്യം, അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കുറേ സമ്പത്തുണ്ടാക്കാനും, അച്ഛനൊരു കോൺട്രാക്ടറായിരുന്നു, കുത്തകക്കാരനെന്ന് പറയും മലയാളത്തിൽ. അന്നത്തെ കാലത്ത് രാജാവിൻ്റെ ലൈസൻസുള്ള കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന്. എല്ലാ കോൺട്രാക്റ്റും ഉണ്ടായിരുന്നു. ഒരു കൂപ്പ്, വനം, ഫോറസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു, പീഡബ്ല്യൂഡി ഉണ്ടായിരുന്നു, റെയിൽവേയുടെ ഉണ്ടായിരുന്നു, ഈ കള്ള് ചാരായം അതുണ്ടായിരുന്നു, കഞ്ചാവ്, കറുപ്പ് അതിൻ്റെ ലൈസൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു അച്ഛന്. പിന്നെ അച്ഛൻ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം അച്ഛൻ്റെ 3 ആൺമക്കളും കൂടെ ഒരു പരിധി, ഞാനുൾപ്പെടെ, മൂത്ത ബ്രദർ ഒഴിച്ചു, ബാക്കിയെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് നശിപ്പിച്ചും പോയി അന്നത്തെ കാലത്ത്. എനിക്ക് കുറച്ച് കുറവാണെങ്കിൽ എൻ്റെ മറ്റേ ചേട്ടന്മാരൊക്കെ അത് നന്നായിട്ട് നശിപ്പിച്ചു. അങ്ങനെ ഇവിടെ ജീവിച്ചു വരുമ്പോൾ ഇവിടുത്തെ ജോലിക്കാർ എന്ന് പറയുന്നതെല്ലാം അന്നത്തെ കാലത്ത് ജാതി വ്യത്യാസമില്ലാതെ ഉള്ള ജോലിക്കാരാണ്. ഉയർന്ന ജാതിക്കാരുണ്ട്, താഴ്ന്ന ജാതിക്കാരുണ്ട്, അങ്ങനെയാണ്. ജാതിക്രമമല്ലേ അന്ന്. അതിൽ എല്ലാവരും ഭക്ഷണം കഴിക്കും. എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണം അമ്മ കൊടുക്കും, അടുക്കളയിരുത്തി തന്നെ കൊടുക്കും.
അല്ലെങ്കിൽ അന്ന് ഇതുപോലുള്ള വലിയ പത്രാസൊന്നുമില്ല. അന്ന് പണിപ്പരയും ഒരക്കളവും ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ അമ്മ യാതൊരു വ്യത്യാസം അവരോട് നമുക്ക് കഴിക്കാം. അവർ ചക്കക്കുരു അവിക്കും വൈകുന്നേരങ്ങളിൽ. അത് നമ്മൾ പോയി ചക്കക്കുരു അവരോടൊപ്പം നിന്നും ചക്കക്കുരു നല്ല ടേസ്റ്റാണ്. ഈ മുളകൊക്കെ മുക്കി കഴിക്കാം. അങ്ങനെ ഇങ്ങനെ ഒരു കുറച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് മാത്രം അമ്മ ഇങ്ങനെ ഉണ്ട് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് ജാതി ഉണ്ടെന്നും ജാതിയിലൊരു ഉയർച്ച താഴ്ച ഉണ്ടെന്നും ഈ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ടുകൂടാ എന്നും അത് വലിയൊരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയല്ലേ എന്നും എനിക്കൊരു യുക്തിചിന്ത ഉണ്ടായതും ഈ സാഹചര്യത്തിൽ നിന്നാണ്. അത് പോയിട്ട് നമ്മളെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇളയ അനിയത്തിയുടെ വീടാണ്. ഈ നേരെ കാണുന്നത് താഴെ കാണുന്ന ചെറിയ വീട് അവരുടെ ഇത് വാങ്ങിച്ച് കൂടെ വെച്ച് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു മതിൽക്കെട്ടിൽ വീട്. ഇപ്പോഴും അതിൻ്റെ പിൻതലമുറക്കാരാണ്. അപ്പം ഞാൻ ഓടിപ്പോകും. കാരണം ഈ രണ്ട് വീടും ഈ അച്ഛൻ്റെ അമ്മയെ തണല്ലോ. അതും എൻ്റെ അച്ഛൻ്റെ അമ്മമാരെ മറ്റമ്മമാരെ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാണുന്ന ഇവരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ നമ്മൾ അച്ഛൻ്റെ അമ്മ നമ്മളെന്തെങ്കിലും കുസൃതി കാണിക്കണം അവരുടെ അടുത്താണ്. ഭക്ഷണം കഴിക്കണത് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് കഴിക്കാമല്ലോ അന്ന്. അപ്പം ഞാൻ അവിടെ പോവും. അവിടെയും നല്ല രുചികരമായ ദോശയും ചമ്മന്തിയും കിട്ടും. അപ്പോൾ എൻ്റെ അപ്പുറത്തെ അപ്പൂപ്പൻ സമ്പന്നനാണ്, കാശൊക്കെയുള്ള ആളാണ്. എന്നാലും ഒരു ചായക്കടയുണ്ട്, വൈദ്യനാണ്, വൈദ്യശാലയുണ്ട്, അങ്ങാടിക്കടയുണ്ട്. അദ്ദേഹത്തിന് ചായക്കടയിൽ അദ്ദേഹം പൈസയ്ക്ക് വിൽക്കുന്നത് അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ വന്ന് ഉയർന്ന ജാതിക്കാർ വരും കാപ്പ് കുടിക്കാൻ. എന്നിട്ട് അവർ പറയും, വ്യാപാരി എന്നാണ് വിളിക്കുന്നത്, ജാവാരി എന്ന് വിളിക്കും. ജാവാരി പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വ്യാപാരിക്കാണ് ജാവാരി. ഗുരുദേവൻ യഥാർത്ഥത്തിൽ ദൈവമാണ്. ഞാൻ തലയാട്ടിട്ട് ഉണ്ടായിരിക്കും. ഒരു ദിവസം അവിടെ കഴിയും. ചായ ഒന്നുകൂടെ വേണോ? ഫ്രീ. എന്തിനാണ് ഫ്രീ? ഗുരുദേവൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ഗുരുദേവൻ ദൈവമാണ്. കാരണം ക്ഷേത്രങ്ങളിൽ പോകാൻ നിർവാഹമില്ല, അൺടച്ചബിൾസിന്. അപ്പോൾ എൻ്റെ അപ്പൂപ്പന്മാർക്കും എൻ്റെ അമ്മൂമ്മമാർക്കും എല്ലാം ഗുരുദേവനാണ് ഒരു ക്ഷേത്രം തുറന്നു കൊടുത്തത്, അരുവിപ്പുറത്ത്. അവിടെ എഴുതി വെച്ചതാണ് മതദ്വേഷം, ജാതിഭേദം ഒന്നുമില്ലാതെ സോദരത്തേനെ വാഴുന്ന സ്ഥലം. അതിനാണ് ഈ മീറ്റ് ടു മീ സെൻറ്റർ, അതിനാണ് ശിവഗിരി മഠവും. അപ്പം അങ്ങനെ തുറന്നു കിട്ടിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം, അസ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിൽ നിന്നുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയും ആനന്ദവും, അതുണ്ടാകാൻ കാരണക്കാരനായ ആൾ ഗുരുഭഗവാൻ ദൈവമാണ്. ദൈവത്തിൽ കുറഞ്ഞ് ഇന്നും ദൈവമായി തന്നെയാണ് ഞാൻ ഗുരുഭഗവാനെ ആരാധിക്കുന്നത്. ഗുരുഭഗവാനാണ് യഥാർത്ഥത്തിൽ എൻ്റെ ദൈവം. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകും. എൻ്റെ ഭാര്യ തികഞ്ഞ ക്ഷേത്രവിശ്വാസിയാണ്. എനിക്ക് വലിയ ബഹുമാനമാണ് അതിനോട്. എൻ്റെ ഭാര്യ ഞാൻ അനുഗമിക്കാറുണ്ട്. ഏത് ക്ഷേത്രത്തിലും പോകും. എൻ്റെ ഭാര്യ പറയും ഇന്ന ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ കൊണ്ടുപോയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ അവിടെ ചെന്ന് കണ്ണടച്ച് ഞാൻ തൊഴുമ്പോൾ എൻ്റെ കണ്ണിൽ ഗുരുദേവനെ വരും. അത് എന്തുകൊണ്ടാണ് എന്താണ്? ഞാൻ മഹാസമാധിയിൽ ഗുരുദേവൻ്റെ ഒരു വിഗ്രഹമുണ്ട്. മഹാസമാധി പോയിട്ടുണ്ടോ? മഹാസമാധി ചെന്ന് ഞാനിങ്ങനെ തൊഴുമ്പോൾ അച്ഛനോടൊപ്പം കൊച്ചിലെ ഇപ്പോൾ 62ാമത്തെ വർഷമാണ് ഞാൻ അവിടുത്തെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. 62ാമത്തെ വർഷമാണ്. എൻ്റെ അച്ഛനാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ അച്ഛനും ഞങ്ങളെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റിയാണ് വളർത്തിയത്.
എൻ്റെ ചേട്ടന്മാർക്കൊന്നും ഈ പറഞ്ഞ ക്ഷേത്രവിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ പോകും ക്ഷേത്രങ്ങളിൽ. അച്ഛൻ കൊണ്ടുപോയിട്ടില്ല. അച്ഛൻ കൊണ്ടുപോണത് അരുവിപ്പുറം, ആലുവ അദ്വൈതാശ്രമം, ശിവഗിരി മഠം, ചെമ്പഴന്തി, ഇതാണ് അച്ഛൻ കൊണ്ടുപോകണം. അതിലെനിക്കൊരു അനുഭവം ഉള്ളത്, എൻ്റെ മൂത്ത ചേട്ടൻ, അദ്ദേഹം അസുഖമാണ്. മൂത്ത മകളുടെ വീട് വെള്ളായണിയിലാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ആകുമ്പം 2 ആൺമക്കളുണ്ട്. എൻ്റെ അണ്ണൻ്റെ മകൾക്ക് നന്നായിട്ട് നോക്കും അപ്പൂപ്പനെ. അപ്പോൾ അവിടെ പോയി. അപ്പോൾ എൻ്റെ മൂത്ത വലിയണ്ണനാണ്. വലിയണ്ണൻ അച്ഛന് സമമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ പോയി. കണ്ട് അദ്ദേഹം പറഞ്ഞു, ക്ഷേത്രത്തിലൊന്ന് പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണന് ഇതെങ്ങനെ വലിയണ്ണ ക്ഷേത്രവിശ്വാസമൊക്കെ വന്നത്? അപ്പം അണ്ണൻ പറഞ്ഞ്, ദൈവവിശ്വാസം എനിക്കുണ്ട്, പക്ഷേ ക്ഷേത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത് കാണണം, അതെങ്ങനെ ഇരിക്കുന്നു എന്നറിയാനാണ്. അല്ലാതെ ക്ഷേത്രവിശ്വാസമില്ല. ബാക്കി ഇപ്പം എല്ലായിടത്തും അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ ക്ഷേത്രങ്ങളിൽ അച്ഛൻ കൊണ്ടുപോയിട്ടില്ല. എൻ്റെ 2ാമത്തെ ചേട്ടന് അത് തന്നെ സംഭവം. ഈ തമിഴ്നാട്ടിലെ ഹോട്ടലിൽ വലിയ ദൈവങ്ങളെ പടം വെച്ചിട്ടുണ്ട്. അവിടെ കാപ്പൊടിക്കാൻ കയറുമ്പോൾ കോവിലാണെന്നാണ് അണ്ണൻ വിചാരിച്ചത്. ഇതാണ് ക്ഷേത്രം. വലിയ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ സങ്കല്പത്തിൽ നിന്ന് വളർന്നുകൊണ്ടായിരിക്കാം, ആ ഒരു വഴിയിൽ കൂടെ വന്നുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അച്ഛൻ ആ വഴി വെട്ടിത്തെളിച്ചത് തന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന ഉണ്ടാകണമെങ്കിലും ആത്മീയത വേണം. ആത്മീയ ഗുരുക്കന്മാർക്കുള്ള മനുഷ്യത്വവും സമഭാവനയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ടെൻഡൻസിയും മനസ്സ് മറ്റുള്ളവർക്കില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്നോട് ശാശ്വതികാനന്ദസ്വാമി. ശാശ്വതാനന്ദസ്വാമി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരു അദ്ദേഹം. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹവുമായിട്ട് ഞാൻ സ്വദേശത്തും വിദേശത്തും എല്ലാം നിരന്തരം സഞ്ചരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പോകുന്ന വഴിയിൽ ആണ് ഞാൻ കുറേ കാലം എൻ്റെ ഭാര്യ വീടായ കന്യാകുളം വരെ താമസിച്ചത്. അത് MC റോഡ് വഴി പോവുകയാണെങ്കിലും NH പോകണമെങ്കിലും NH പോകുന്നെങ്കിൽ എന്നെയും കൂടെ കയറ്റി ആറ്റിങ്ങൽ വഴി അങ്ങ് പോകും, അല്ലെങ്കിൽ ഇത് വഴി പോകും. എന്നെ മസ്റ്റാണ് സ്വാമിജി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വാമിജി പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. ശ്രദ്ധയോടുകൂടി കേൾക്കുക മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കും. കാരണം നമുക്ക് അറിവില്ലാത്തതുകൊണ്ടേ ചോദ്യങ്ങളല്ലേ വരും. അല്ലാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ, അതിന് ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും വേണ്ടേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ എന്തായാലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നൽ സ്വാമിക്കുണ്ടായി. അപ്പോൾ സ്വാമിയിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ 1-2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ആത്മീയതയ്ക്ക് മതം വേണ്ട. ആത്മീയതയ്ക്ക് എന്തൊരു മതം? മതത്തിൻ്റെ മേൽവിലാസം വേണ്ട. മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം. മതങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അപ്പം മതങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. ഏത് മതമെടുത്ത് പരിശോധിച്ചാലും അതിനകത്തുള്ള സാരം ഒന്നായിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇത്രയും മതങ്ങൾ? അതാണ് ഒരു മതം, ഒറ്റ മതം മതി. ആ മതമാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വമാണ് ഗുരുദേവൻ പ്രകാശിപ്പിച്ചതും ശാശ്വതാനന്ദസ്വാമിയിലൂടെ നമ്മളിലേക്ക് വന്നതും. ആ മതമാണ്. മനുഷ്യനൊരു ജാതി മനുഷ്യത്വം, മനുഷ്യനൊറ്റ ജാതി ഹ്യൂമാനിറ്റി ആണ് ഒരു ജാതി. ദൈവം എന്ന് പറഞ്ഞ സൂപ്പർ മീറ്റ് മീ സെൻറ്ററിൽ പറയും പോലെ സൂപ്പർ സ്പിരിറ്റ്, അതല്ലേ മീറ്റ് മീ സെൻറ്ററിലും പറയും. കോൺഷ്യസ്നസ്, ബോധം. അപ്പോൾ ആ ബോധം എന്ന് പറയുമ്പം അത് ഒന്നല്ലേ ഉള്ളൂ.
അപ്പോൾ ദൈവം ഒന്നല്ലേ ഉള്ളൂ. അതാണ് ഗുരുദേവൻ്റെ ഞാൻ ശാശ്വത സ്വാമിയെ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ സ്വാമിയോട് ഞാൻ ചോദിക്കാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മതത്തിന് അതീതമായ ഒരു മതം, മത അതീതമായ ഒരു ആത്മീയത. ആ ആത്മീയത എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളിൽ നിന്നും അദ്വൈതത്തിനെ എങ്ങനെയാണോ കടഞ്ഞെടുത്തത്, അതേപോലെ തന്നെ ഗുരുദേവ ദർശനത്തിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് എന്തോന്ന് ഈ മതാതീത ആത്മീയ ദർശനം. ആ മതാതീത ആത്മീയ ദർശനത്തിൻ്റെ മഹാപ്രവാചകനാണ് ശാശ്വത സ്വാമി. ആ സ്വാമിജിയോടുള്ള യാത്രക്കിടെ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, അപ്പോൾ അടുത്തിരുന്ന ഒരു സന്യാസി ആ കാലഘട്ടത്തിൽ വാർഷികം നടത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ സർവമത സമ്മേളനം ഗുരുഭഗവാൻ ആലുവയിൽ നടത്തി. ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനമാണ്, അമേരിക്കയിൽ പണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർവമത സമ്മേളനത്തിൽ ഫലകത്തിൽ എഴുതി വെച്ച ഒരു പ്രധാനപ്പെട്ട വാചകം, വാദിക്കാനും അല്ല, ജയിക്കാനും അല്ല, അറിയാനാണ്, അറിയിക്കാനാണ്, അറിയുവാനും അറിയിക്കാനും. അപ്പം ഞാനതിൽ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഇത് അറിയാനും അറിയിക്കാനുമാണെന്ന് മാത്രം ഗുരുഭഗവാൻ എഴുതിയാലും മതിയല്ലോ. ഈ വാദിക്കുന്നതും ജയിക്കുന്നതുമൊക്കെ ഇവിടെ എന്താണ് പ്രസക്തി എന്നെനിക്കൊരു ഡൗട്ട്, സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയം ഞാൻ ചോദിച്ചു. അപ്പോൾ ഗുരുഭഗവാൻ പറഞ്ഞു, അത് ആദിശങ്കരനോടുള്ള വളരെ പ്രാർത്ഥനാപൂർവമായ, വളരെ ബഹുമാനപൂർവമായ ഒരു വിയോജന കുറിപ്പാണ്. അല്ലെങ്കിൽ ഗുരുഭഗവാൻ ഒരിക്കലും ഈ നിഷേധ വാക്കുകൾ ഉപയോഗിക്കില്ല. ജാതി ചോദിക്കരുത്, നിഷേധമാണ്. കള്ളുണ്ടാക്കരുത്, നിഷേധമാണ്. വാദിക്കരുത്, നിഷേധമാണ്. ആ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ കഠിനമാണ് ആ വാക്ക്. ആ കഠിനമായ വാക്ക് അവിടെ എഴുതി വെച്ചു. അത് ഒരു വളരെ വിനയപൂർവമുള്ള, വളരെ പ്രാർത്ഥനാപൂർവമുള്ള ഒരു വിയോജനമാണ് എന്ന് സ്വാമി പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുവരെ എനിക്കറിഞ്ഞില്ല. അതേപോലെ ഒരുപാട് എക്സ്പ്ലനേഷൻസ്, എന്ത് സംശയത്തിനും ഒരു പരിഹാരമുള്ള ആളാണ്. അതുപോലെ ഈ ആത്മീയത എന്ന് പറയുന്നത് കൈവരിക്കുന്നവർ പലപ്പോഴും സഹജീവികളുടെ വിഷമങ്ങളോട് പ്രതികരിക്കാറില്ല. പലപ്പോഴും അങ്ങനെ പ്രതികരിച്ച ആളാണ് ഗുരുദേവൻ ശാശ്വത സ്വാമി. ശാശ്വത സ്വാമിയെ ശരണീകരിക്കാത്തവരാരുമില്ല, രാഷ്ട്രീയ രംഗത്തുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ശാശ്വത സ്വാമിയുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ് പിണറായി വിജയൻ. പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. VS അച്യുതാനന്ദനും ആരെയാണ് ശരണീകരിക്കുന്നത്? സ്വാമിയെ. AK ആന്റണിയും കരുണാകരൻ. അതിൽ AI വിഭാഗമുണ്ട്. അതിൽ I വിഭാഗം കരുണാകരനാണ്. കരുണാകരനോട് അങ്ങേറ്റ അടുപ്പമാണ്. കരുണാകരനോട് പറഞ്ഞ് എത്രയോ പേർക്ക് സീറ്റ് മാറ്റിയുള്ളൂ. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു പ്രാവശ്യം പോയ 5 സീറ്റ്, ഞാനും ഉണ്ട്. 5 നിയമസഭാ സീറ്റ് ഒറ്റ സ്റ്റെപ്പിൽ. അത് 2 പേര് മന്ത്രിയായി. സ്വാമി പറഞ്ഞതുപോലെ ചെയ്തു. അതേപോലെ IA എന്നൊരു ഗ്രൂപ്പ് അതിനകത്തുണ്ട്. അവരുമായിട്ടും അടുപ്പം, BJPയുമായിട്ടും അടുപ്പം, രാമപിള്ള സാർ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ നമ്മുടെ CK പത്മനാഭൻ, എന്തെടുപ്പമാണ്. പിന്നെ ഒരിക്കൽ സ്വാമി ഞാൻ ഉറങ്ങുകയാണ്. അതാണ് സ്വാമിയുടെ നല്ല ഉറക്കം, കുറുക്കമ്പലിയാക്കാം. അപ്പോൾ ഒരു പ്രൊഫസർ വന്നു, മഹാപണ്ഡിതനാണ്, സർവകലാശാല പ്രൊഫസറാണ്. ഇപ്പം സർവകലാശാലകൾക്കാണല്ലോ പ്രൊഫസർ. അദ്ദേഹം വന്നിരുന്നു. മാതാ അമൃതാനന്ദമ്മയെ പറ്റി ആരോ എന്തോ പറഞ്ഞപ്പോൾ എന്താണ് ഭയങ്കര വിമർശനം. മാതാ അമൃതാനന്ദമ്മയെ പറ്റി വൻ വിമർശനം. അവിടെ കൂർക്കമ്പലിയുണ്ട്.
എല്ലാം കഴിഞ്ഞു, കുറേ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സ്വാമി പതുക്കെ എണീറ്റ് വരുന്നു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് കൂർക്കമ്പലി നിന്നു. സ്വാമി വന്നു. സ്വാമി ഒരു മേൽമുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ കാര്യം ചെയ്തിട്ട്, പ്രൊഫസറെ സുഖമാണോ? അങ്ങനെയൊക്കെ ഇരിക്കുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. പ്രൊഫസറെ കാണാൻ പഴയ വിദ്യാർത്ഥികളൊക്കെ വരുമല്ലേ? ആരും വരില്ല സ്വാമി. ഓ, അധ്യാപകർ, കൂട്ടുകാർ ആരും വരില്ല. അതാണ് പ്രൊഫസറും മാതാ അമൃതാനന്ദമയ്യയുടെ വ്യത്യാസം. ആ അമ്മ എവിടെ ഇരുന്നാലും ലക്ഷങ്ങൾ അവിടെ എത്തും. ആ വ്യത്യാസമാണ് നമ്മൾ ഓരോട്ടുള്ളത്. ആ വ്യത്യാസം എങ്ങനെ ഉണ്ടായത് പ്രൊഫസർ കണ്ടുപിടിച്ചാൽ മതി. എത്ര ലളിതമായിട്ടാണ് പ്രൊഫസർ എഡ്യൂക്കേറ്റ് ചെയ്തത്. ഇവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, പ്രൊഫസർ വേഷം കിട്ടിയ ഈ കൂർക്കമ്പലിയുടെ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ അറിഞ്ഞ. കൂർക്കമ്പലിക്കകത്തും ശ്രദ്ധയുള്ളവരാണ് ആത്മീയ ഗുരുക്കന്മാർ. അതിൽ ജീവിക്കുന്നവരാണ്. അവർ ജീവിക്കുന്നവരാണ്. അവർക്കെല്ലാം അറിയാം, അവർക്കെല്ലാം കേൾക്കാം. ഗുരുദേവൻ ബ്രഹ്മജ്ഞാനി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം വേദാന്ത ദർശനങ്ങളാണ് കൂടുതലും. അദ്ദേഹം ഒട്ടനവധി വേദാന്ത ദർശനങ്ങൾ സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയിലും ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങയുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കുറച്ച് സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് പറയാമോ? എന്താണ്? ഭഗവാന്റെ ഒന്ന് രണ്ട് ഇടപെടലുകൾ, ചില കാര്യങ്ങളുണ്ടായി. അതിൽ ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മജി വന്നപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ വേദാന്തം, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മജ്ഞാനം, അതെല്ലാം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. മഹാത്മജി അദ്ദേഹത്തിനെ ചെന്ന് കാണുകയാണ്. അദ്ദേഹം ഇരുന്ന ഇരിപ്പിടത്തിൽ പോയി കാണുകയാണ് മഹാത്മജി അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് മഹാത്മജി അന്നത്തെ ഈ ജാതി ശ്രേണിയിൽ വിശ്വാസമുള്ള ആണ്. അത് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അത് തന്നെ വിഷയമായി ഭവിച്ചു അവിടെ. അപ്പം കണ്ടപ്പോൾ തന്നെ മഹാത്മജി ചോദിച്ചത് ഇംഗ്ലീഷ് അറിയാമോ എന്നാണ്. ഇപ്പം ദ്വിഭാഷയുണ്ടല്ലോ, അറിയില്ല. ഗുരുദേവൻ ഭഗവാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, സംസ്കൃതം അറിയാമോ? അറിയില്ല. അപ്പോൾ രണ്ടറിയില്ല. അതിന് സംഭാഷണത്തിൽ അത് ആദ്യത്തെ വാക്കുകളാണ്. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇങ്ങനെ സംഭാഷണം മധ്യ ജാതി ഒരു വിഷയമായി വന്നു. അവിടെ ഒരു മാവുണ്ടല്ലോ പർണശാലയുടെ മുമ്പിൽ. അപ്പോൾ മാവിൽ ഇലകളെപ്പറ്റി ആണ് മഹാത്മജി വിവരിച്ചത്. ഈ ഇലകളെല്ലാം ഒരേപോലെ അല്ലല്ലോ ഇരിക്കുന്നത് ഗുരുദേവ, അതുപോലെ ജാതിയും അങ്ങനെയാണല്ലോ. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ആ ഇലകളിനകത്തുള്ള അതിൻ്റെ എസൻസ്, സത്ത ഒന്നാണ്. ഒരിലയിലുള്ളത് തന്നെയാണ് മറ്റേ ഇലയിലുള്ളത്, ആ ഇലയിലുള്ളത് തന്നെയാണ് അടുത്തേക്കുന്ന ഇലയിലുള്ളത്. എല്ലാ ഇലകളുടെയും സത്ത ഒന്ന്. അപ്പോൾ സൂചന മതിയല്ലോ മഹാത്മജിക്കല്ല. മഹാത്മജിയും ഒരു സത്യ, ഇദ്ദേഹം തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. മഹാത്മജി സത്യ അന്വേഷിയും ഗുരുദേവ സത്യദർശിയുമാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ. അപ്പോൾ സത്യത്തിൻ്റെ അന്വേഷണം നടത്തുന്ന ഒരു മഹത് വ്യക്തിക്ക് ഒരു ചെറിയതായിട്ടൊന്ന് സൂചിപ്പിച്ചാൽ മതി, പെട്ടെന്ന് പിടികിട്ടും. അദ്ദേഹം ഇവിടെ നിന്ന് ബോംബെ ചെന്നു. അദ്ദേഹത്തിനൊരു റിയാക്ഷനുണ്ട്. അതാണ് എല്ലാ അന്നത്തെ ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയത്. മേരാ റാം
മേരെ റാം മുസ്ലിങ്ങളുടെ ദൈവത്തിന് എന്ത് പറയും? റഹീം. മേരെ റാം റഹീം ഹേ. റഹീം और राम एक है. അതാണ് ഈ ഗുരുദേവൻ ചെലുത്തിയ സ്വാധീനം മഹാത്മജിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പലയിടത്തും പ്രതിഫലിച്ചിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കറിലൂടെ മഹാത്മാഗാന്ധി സഞ്ചരിച്ച മേഖലകളിൽ ഒന്ന് ഭരണഘടനയുടെ ആവിർഭാവത്താണ്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അവസാനമൊന്നും മഹാത്മജി ഇല്ല, 48-ൽ മഹാത്മജി പോയല്ലോ. പക്ഷേ അതിൻ്റെ ഡിസ്കഷനിലെല്ലാം അതിൻ്റെ കാര്യങ്ങളിലും ചർച്ചകളിലുമെല്ലാം നിരന്തരമായ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗുരുദേവ ദർശനം മഹാത്മജിയിലൂടെ നന്നായി അംബേദ്കറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരുപാട് മനുഷ്യത്വത്തിൻ്റെ അംശങ്ങൾ ഈ നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടന്നുകൂടിയത്. ഒരു സംഭവമാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ജാതി വേണം എന്ന് ചിന്തിക്കുന്നത് വലിയ പാവമാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിച്ചു. ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു, എല്ലാ ആൾക്കാരും ഉണ്ട്, അതിന് ജാതിമത ഭേദമില്ല. അപ്പം ഗുരുദേവൻ്റെ ഒരു ശിഷ്യൻ പറഞ്ഞു, സ്വാമി ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പപ്പടം പൊടിക്കുമ്പോഴേ നിങ്ങളും പൊടിക്കാവൂ. അപ്പോൾ ഇവർ വിചാരിച്ച് അതായിരിക്കും ഇവിടുത്തെ ആചാരം, ഗുരുദേവൻ പുതുതായിട്ട് കൊണ്ടുവന്നായിരിക്കും, ഇന്നലെ വരെ ഇല്ലാതെ. അപ്പോൾ ഇന്നൊരു പുതിയ ആചാരം. കാരണം അന്ന് അതിനകത്ത് മേനോന്മാരുണ്ട്, അന്ന് നായർ പ്രമാണിമാരുണ്ട്, കവികളുണ്ട്, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുണ്ട്. അങ്ങനെ ഉള്ള വലിയ കേരളത്തിലെ ഏറ്റവും മഹത് വ്യക്തിത്വങ്ങൾ പലരും ആ ഭക്ഷണശാലയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പപ്പടമൊക്കെ പൊടിച്ചു. അത് മിശ്രഭോജനവുമായി കണക്ട് ചെയ്താണ്. അപ്പം മിശ്രഭോജനത്തിലോട് താല്പര്യമുള്ളവരെല്ലാം അവിടെ ഉണ്ട്, ആ ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ അതിൽ പോലെ പറയാ ബ്രാഹ്മണ ക്ഷത്രിയന്മാർ പൊതുവെ നമ്മുടെ നാട്ടിലില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇരിക്കുക. അതിൽ പ്രമാണിമാരാണ്, വിവരമുള്ള പ്രമാണിമാർ, സാംസ്കാരികമായി വളരെ ഉന്നത നിലവാരം പുലർത്തുന്നവർ. അവരൊക്കെ വളരെ വലിയ വലിയ മാറ്റങ്ങൾ ഒക്കെ വഴിയൊരുക്കാൻ പ്രാപ്തിയുള്ളവർ. എന്നിരുന്ന് പപ്പടമൊക്കെ പിടിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതിപ്പം ഒറ്റയ്ക്ക് പിടിച്ചാലും പപ്പടം പൊടിയുമല്ലോ, ഇത് ഒരുമിച്ചെന്തിനു പൊടിക്കുന്നു? ഒരു പപ്പടം മാത്രം എടുത്ത് പൊടിച്ചാലും അത് പൊടിക്കും. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചാൽ പൊടിയുന്ന സമയം മതി ജാതി ഇല്ലാതാവാൻ. പക്ഷേ ഒരുമിച്ച് നിന്ന് പൊടിക്കണം. അതാണ് ഭഗവാന്റെ ഈ ചെറിയ ഒരു അറിയാം ചെറിയ ഉദാഹരണങ്ങളിലൂടെ പുതിയ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. സഞ്ചാരത്തിനിടയിൽ ഒരാൾ ചോദിച്ചു, ജാതി എന്തൊന്നാണ്? ഗുരുദേവൻ കാണാൻ അതീവ സുന്ദരനാണ്, നല്ല നിറമുള്ള ആളാണ്. ഈ നിറം എന്ന് പറയുന്നത് അത് ഗുരുദേവനിൽ സ്വായത്തമായി നേരത്തെ ജനിച്ചപ്പോൾ ഉള്ളതല്ല, വളർന്നപ്പോൾ ഉള്ളതാണ്. കാരണം ശാശ്വതാനന്ദ സ്വാമിക്കൊരു സഹോദരന്മാരുണ്ട്. ശാശ്വതാനന്ദ സ്വാമി റോസാപ്പൂവിൻ്റെ നിറമാണ്, മറ്റൊരതുപോലെയല്ല. ഇതിന് കാരണം എന്താണ്? ഈ ആത്മീയതയുടെ പ്രകാശം കൊണ്ടാണ് ഈ കളർ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരുണ്ട്. ഒരാളുടെ മാർഗം ധ്യാനത്തിലും സാധനയിലും ഉപാസനയിലും ആണെങ്കിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രത്യേകത കാണും. അത് ഗുരുഭഗവാനിലുണ്ട്. അപ്പോൾ ഈ പ്രസന്നത കണ്ട ഉടനെ എന്നെ ചോദിച്ചു, എന്ത് ജാതിയാണ്? അപ്പോൾ
കണ്ടിട്ടെന്ത് തോന്നുന്നത്? മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം കണ്ടാലും മനസ്സിലാവില്ല, പറഞ്ഞാലും മനസ്സിലാവാത്ത ജാതി എന്തിന്? ജാതി ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവണ്ടേ? ഞാൻ അതിനെപ്പറ്റി ഗവേഷണം നടത്തിയപ്പോൾ കേരളത്തിൽ യഥാർത്ഥ ജാതിയില്ല. എന്താണ് കാര്യം? കേരളത്തിൽ ഞാൻ കറുത്ത ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ വെളുത്ത ബ്രാഹ്മണന്മാരെ കണ്ടിട്ടുണ്ട്, കറുത്ത ക്ഷത്രിയന്മാരെയും വെളുത്ത ക്ഷത്രിയന്മാരെയും കണ്ടിട്ടുണ്ട്, കറുത്ത നായരെയും വെളുത്ത നായരെയും കണ്ടിട്ടുണ്ട്, കറുത്ത ഈഴവനെയും വെളുത്ത ഈഴവനെയും കണ്ടിട്ടുണ്ട്, കറുത്ത പുരയനെയും വെളുത്ത പുരയനെയും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കറുപ്പ് എങ്ങനെ ബ്രാഹ്മണനിൽ വന്നു, ഈ വെളുപ്പ് എങ്ങനെ പുരയനിൽ വന്നു? അപ്പോൾ പരസ്പരം അവർ ജീവിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ DNA ടെസ്റ്റ് നടത്തിയാൽ കൃത്യമായിട്ട് അറിയാം ഇവരുടെ ജാതിയാണെന്ന് കേരളത്തിലുള്ളവർ. അതിന് അധികം ദൂരം സഞ്ചരിക്കണ്ട. പക്ഷെ എന്നാലും നമ്മൾ ജാതി മുറുകെ പിടിക്കുന്നു. അത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് യഥാർത്ഥത്തിൽ ശാശ്വതാനന്ദ സ്വാമിയോടുള്ളപ്പോഴുള്ള ആ സഞ്ചാരങ്ങളും. ശാശ്വതാനന്ദ സ്വാമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ടായത്. ഗുരുദേവന് എതിർപ്പില്ലാത്തത്, ഗുരുദേവന് പിന്നെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ ശൈലിക്ക് എന്തു പറയും? ഒരു 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 ശൈലി എന്ന് പറയുന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും വരാത്ത ശൈലിയാണ്. സർവസമാശ്ലേഷിയായ ഒരു ശൈലിയാണ്. അപ്പോൾ സർവസമാശ്ലേഷിയായ ഒരു ശൈലി അതിനകത്ത് ആനുകൂല്യ പ്രാതികൂല്യങ്ങൾ കാണില്ല. ആനുകൂല്യ പ്രാതികൂല്യങ്ങൾ ഉള്ള ഒരു ശൈലി വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇതൊന്നുമില്ലാത്ത ശൈലിയാണ് ഗുരുദേവൻ്റെ. അപ്പോൾ ശാശ്വതാനന്ദ സ്വാമിക്ക് ചില പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ശൈലി അല്പം വിഭിന്നത ഉള്ളതുകൊണ്ടാണ്. കാരണം ഗുരുഭഗവാൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ അത് പൂർണ്ണതയുള്ളതാണ്, പരിപൂർണതയുള്ളതാണ്. അദ്ദേഹം ജന്മന അങ്ങനെയാണ്. ജനിച്ചപ്പോൾ തന്നെ ഭഗവാൻ ഗുരുദേവൻ കരഞ്ഞില്ല. ജ്യോത്സ്യന്മാരും വൈദ്യന്മാരും എല്ലാം ഇങ്ങനെ കരയാത്ത, ഇങ്ങനെ എന്തുകൊണ്ടാണ് കരയില്ല? വിവരമുള്ള ഒരാൾ പറഞ്ഞ് കരയില്ല. കൃഷ്ണനാശാൻ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ അമ്മാവൻ പറഞ്ഞു കരയില്ല. അദ്ദേഹം വലിയ പണ്ഡിതനും വലിയ ആളാണ്. ഈ ജ്യോതി ശാസ്ത്രത്തിൽ ആ കുട്ടി കരയാൻ വേണ്ടി ജനിച്ചതോ കരയിക്കാൻ വേണ്ടി ജനിച്ചതോ അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം കരഞ്ഞിട്ടുമില്ല, കരയിപ്പിച്ചിട്ടുമില്ല. അദ്ദേഹം കരഞ്ഞത് ഇങ്ങനെ കണ്ണുനീർ വാർത്തത്, അതുവരെ കെട്ടിനിന്ന കണ്ണുനീരെല്ലാം ഒഴുകിക്കളഞ്ഞത് അരുവിപ്പുറത്ത് ഈ ശിവൻ്റെ വിഗ്രഹം എടുത്ത് പൊക്കി കൊണ്ടുവരുമ്പോഴാണ് കണ്ണീർ ധാരാളം. അപ്പം എനിക്ക് പുതിയ തലമുറയോട് പറയും, എനിക്ക് തന്നെ വായിക്കാനോ പഠിക്കാനോ അത്രത്തോളം ഗുരുദേവ ദർശനം ഒരാഴക്കടൽ പോലെ പഠിച്ചെടുക്കാൻ MH ശാസ്ത്രികളെ പോലെ ഉള്ള അപൂർവം ആളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുദേവന് അടുത്തൂടെ പോയി ഇങ്ങനെ തലോടി പോകുന്നവരാണ് കൂടുതൽ. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറ്, ഈ അടുത്തിടെ അന്തരിച്ച BC ബാലകൃഷ്ണൻ നായർ സാറ്, അദ്ദേഹം നെടുമങ്ങാട്ടുകാരനാണ്. എനിക്ക് ഏറ്റവും എന്നെ പഠിപ്പിച്ച ചെല്ലമ്മ സാറിൻ്റെ മൂത്ത മകനാണ്. BC ബാലകൃഷ്ണൻ നായർ സാറ് എൻ്റെ അണ്ണനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകരാണ്. ഭയങ്കരമായ ഗുരുദേവ ദർശനത്തിന് ആഴത്തിൽ പോയവരാണ് അവർ. അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹവും എന്ത് ചെയ്യും? ഈ ഗുരുദേവ ദർശനം ക്ലാസ് എടുക്കും. MH ശാസ്ത്രികൾ ക്ലാസ് എടുക്കും. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള അപൂർവം ആളുകളാണ് ഗുരുദേവ ദർശനത്തിനെ പറ്റി പഠിച്ചിട്ടുള്ളത്. പുതിയ തലമുറയ്ക്ക് ഗുരുദേവൻ്റെ പേരിട്ട യൂണിവേഴ്സിറ്റി കൊണ്ട് ഒരു പ്രയോജനമില്ല.
ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വലിയ ബഹുമാനവും ആദരവും ആ പേര് നൽകിയതിലുണ്ട്. എന്നാൽ അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ ഗുരുദേവ ദർശനത്തിനെ പറ്റിയുള്ള പഠനം, അവിടെ ഗവേഷണം അവിടെ നടക്കണം, നന്നായിട്ട് നടക്കണം. അതുപോലെ തന്നെ ബാലന്മാരായിരിക്കുമ്പോൾ തന്നെ ശൈശവ ദശയിൽ എങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം എന്ന ഗവേഷണം നടക്കണം. അപ്പോൾ ആരംഭകാലത്ത് തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചാൽ, ഇപ്പോൾ എൻ്റെ മകനോട് ജാതി പറഞ്ഞാൽ ആരായിരുന്നാലും അവൻ എതിർക്കും. കാരണം അവൻ എൻ്റെ മോനായിട്ട് ജനിച്ചുകൊണ്ടാണത്. തീരെ അത് അംഗീകരിക്കില്ല. ഞാനഥവാ ഇങ്ങനെ സംഭാഷണ പദ്ധതി ജാതി പദങ്ങൾ ഉപയോഗിച്ചാൽ ഏറ്റവും രൂക്ഷമായി എന്നെ വിമർശിക്കുന്നത് അവനാണ്, എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരൊക്കെ ജനിച്ചാൽ, അപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ വൃത്തികെട്ട ചിന്താഗതികൾക്ക് വിരാമമിടാൻ സാധിക്കുന്നതാണ് ഗുരുദേവ ദർശനം. അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതും ഗവൺമെൻറ് തലത്തിലുണ്ടാകേണ്ടിയിരിക്കുന്നു. സർവമത പ്രാർത്ഥനകൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങി ഞങ്ങളെ, അങ്ങനെ തുടങ്ങുന്ന ദൈവദശകമുണ്ട്. അതിനകത്ത് സർവമതപ്രാർത്ഥനയാണ്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ അദ്വൈതം ചെറുതായി അതിനകത്ത് ചുരുക്കി കയറ്റി വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. ആ പദ്യം അറിയാമോ? കാണാതെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രി ആയതും. അതിലെവിടെ ദ്വൈതം ഇരിക്കുന്നു? ഭൂതവും വർത്തമാനവും ഭാവിയും തമ്മിൽ ഭേദമില്ല. അവിടെ എവിടെ ദ്വൈതം ഇരിക്കുന്നു? അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും കാച്ചി കുറുക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചെറിയ പദങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ അസാധാരണമായ ഒരു ദൈവപ്രാർത്ഥന സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന തരത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി നൽകിയിട്ടും ആ സർവമത പ്രാർത്ഥന സംസ്ഥാന കേന്ദ്ര ഭരണാധികാരികൾ അത് ഉൾക്കൊണ്ട് അത് ജനങ്ങളിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, കുട്ടികളിലേക്ക് പകർന്നാൽ മാത്രമേ അന്നേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂ. അതിൻ്റെ ആ ഒരു സത്ത മനസ്സിലാക്കാൻ സാധിക്കുന്നവർ വരണം. എന്നാലേ ആ ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ ഒക്കൂ. അപ്പോൾ അതിനാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ വിധത്തിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മുടെ നാട്ടിലൊരു പുതിയ തലമുറ എല്ലാത്തരം സങ്കുചിതമായ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, സഹജീവികളുള്ള സ്നേഹ വായ്പ, ഇത് സ്വന്തം സഹോദരങ്ങളുടെ പോലും സ്നേഹമില്ലാത്തവരാണ്. സ്വന്തം സഹോദരങ്ങളുടെ പോലും സ്നേഹമില്ലാത്തവരാണ് ഞാൻ കാണുന്നത്. സത്യം. അത്രത്തോളം ഈ മാറിപ്പോയി രാജ്യം ഈ ഡെവലപ്മെൻറ്റ് കാലഘട്ടത്തിൽ. ഈ ഡെവലപ്മെൻറ്റൊക്കെ നടക്കുമ്പോൾ തന്നെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ആത്മീയതയുടെ വളർച്ച, പ്രായോഗികത, ഈ ശാസ്ത്രത്തിനൊക്കെ ദർശനത്തിനെ ഉൾക്കൊള്ളാനൊക്കെ ഉള്ളൊരു പരിമിതിയുണ്ട്. ആത്മീയതയ്ക്ക് അത് പരിമിതിയില്ലല്ലോ, എവിടെയും ആപ്ലിക്കബിൾ ആണല്ലോ. മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ ആത്മീയ ഭാവം, ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയ സഞ്ചാരികളെ കാണുമ്പോൾ അറിയാം, അവരെ ശാന്തത കാണുമ്പോൾ അറിയാം. നമുക്കൊന്നും അത്ര ശാന്തമായി ഇരുന്ന് സംസാരിക്കാനോ ഒന്നും കഴിയാത്തത് എന്നെപ്പോലുള്ളവരിൽ ആത്മീയതയുടെ കടന്നുവരവിന് കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ എല്ലാം വ്യത്യാസം വരുമ്പോൾ ശാന്തത എന്ന് വെച്ചാൽ വളരെ ശാന്തരായി മാറും. ഗുരുദേവനെല്ലാം ആ ലോകത്തിന് വേണ്ടിയാണ് അവരുടെ വീക്ഷണവും അവരുടെ പ്രവർത്തനവും ഓരോ ജീവിതവും അവരുടെ എല്ലാം ആ ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ജീവിച്ചവരാണല്ലോ. അപ്പോൾ ആ വീക്ഷണം അത്രത്തോളം ആഴമേറിയതായിരിക്കും. അതെ, അതേ ഉള്ളൂ. നമ്മളിപ്പം സംസാരിച്ചത് ആ ഗുരുദേവ ദർശനങ്ങൾ എത്രത്തോളം സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ആ ദർശനങ്ങളെ സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്?
അപ്പം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? കേരളത്തിൽ നമ്മൾ ആരംഭിച്ചാൽ വിവേകാനന്ദ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ കേരളം ഒരു ഭ്രാന്താലയമാണ് അന്നത്തെ കാലത്ത്. ആ ഭ്രാന്താലയം ഒരു ശാന്തിയുടെ ആലയമായി രൂപാന്തരപ്പെട്ടത് ഗുരുദേവ ദർശനത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ്. ഗുരുദേവൻ വളരെ ഒരു മാറ്റം ആത്മീയ അടിത്തറയിൽ നിന്നുണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ ഒരു വിഭാഗം ആളുകൾക്ക് സാധിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പോരാ, വിദ്യ കൊണ്ട് മാത്രമേ സ്വതന്ത്രരാകാൻ കഴിയൂ. നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്വതന്ത്രരാകേണ്ടത്. അപ്പം നമ്മളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകണമെങ്കിൽ നമുക്കെന്ത് വേണം? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. അത് ഒരു പരിധിവരെ അന്നത്തെ ജാതി ശ്രേണിയിൽ താഴേക്കടയിലുണ്ടായിരുന്ന ആളുകൾക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. ആ മാറ്റം ദൃശ്യമാണ്. എന്നാൽ തടസ്സമായി നിന്നിട്ടുള്ളതും ഇന്ന് ലോകത്ത് നിൽക്കുന്നതും കേരളത്തിൽ നിൽക്കുന്നതും ഇന്ത്യയിൽ നിൽക്കുന്നതും ജാതി ചിന്തയും മതചിന്തയുമാണ്. ഇപ്പം ജാതി വേണ്ട എന്ന് പറയുമ്പോൾ ജാതി വേണം എന്ന് പറയുന്ന ഒരു നീണ്ട നിര സമ്പന്നവർഗം, അവർ തന്നെയാണ് വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത്, അവർ തന്നെയാണ് ഭരണം നിയന്ത്രിക്കുന്നത്, അവർ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത്, ജനാധിപത്യത്തിനെ നിയന്ത്രിക്കുന്നത് അവരാണ്. ജാതി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗവും ജാതിയെ പാടില്ല മനുഷ്യത്വം മതി എന്ന് ചിന്തിക്കുന്ന ഗുരുദേവ ദർശനവും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അത് തമ്മിലുള്ള കോൺട്രഡിക്ഷനുണ്ട്, അതും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുണ്ട്. ആ ഏറ്റുമുട്ടലുകൾ നിരന്തരം തുടരുകയാണ്. അതുപോലെ തന്നെ ഈ മതങ്ങൾ സൃഷ്ടിക്കുന്നത് വളരെ വളരെ ദുരന്തങ്ങളാണ്. കാരണം മതങ്ങൾ ഒരു മതത്തിലും ഇല്ലാത്തതാണ് മത അനുയായികൾ നടത്തുന്നത്. ക്രിസ്തുദേവൻ്റെ മതം, നബി തിരുമേനി മതവും ബുദ്ധദേവൻ്റെ മതവും പരിശോധിച്ച് നോക്കിയാൽ ഒന്നാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പം മത അനുയായികൾ അവരവർ അധിവസിക്കുന്ന മതങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുക മാത്രമല്ല, അടുത്ത മതിൽക്കെട്ടിനകത്തുള്ളവരെയും ശ്വാസം മുട്ടിക്കുന്നു. അങ്ങനെ നിരന്തരം അവർ ശ്വാസം മുട്ടൽ അനുഭവിച്ചുകൊണ്ട് തന്നെ പരസ്പരം ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അറുതി വരേണ്ടതാണ്, മാറ്റം വരേണ്ടതാണ്. അതിന് ഗുരുദേവ ദർശനമല്ലാതെ ഒരു മാറും വരുന്നില്ല. ഇപ്പം അഹിംസ സ്നേഹമാണ്, സാഹോദര്യവും സ്നേഹമാണ്. സ്നേഹം സാഹോദര്യമാണ്, അഹിംസയാണ്. ഇത് തമ്മിൽ എന്തിന് ഏറ്റുമുട്ടണം? ഇത് തമ്മിൽ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് അനുയായികളുടെ ഒരു വലിയ അശ്രദ്ധയോ വേറെ വാക്കുകൾ ഞാൻ പറയുന്നില്ല, അറിവില്ലായ്മ, അത് ഗ്രഹിക്കാൻ പറ്റാത്തതോ പൂർണ്ണമായി അത് മനസ്സിലാക്കി വരാൻ അവർക്ക് വൈകിപ്പോയതുകൊണ്ടോ ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ അനുഭവിക്കുന്നത്. അതിൻ്റെ ഫലം അവർ ചെയ്യുന്നതിൻ്റെ ഈ ദുഷ്കർമ്മങ്ങളെന്നേ ഞാനത് പറയും. അതൊരു സൽക്കർമ്മം അല്ലല്ലോ. ഈ മതവിദ്വേഷം മാറണം, മതദ്വേഷം. മതം വേണ്ടെന്ന് ഗുരുഭഗവാൻ ഒരിടത്തും പറഞ്ഞതുമില്ല. ഒരു മതം എന്ന് പറഞ്ഞു, പക്ഷെ മതം വേണ്ട എന്ന് പറഞ്ഞില്ല. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു മതം വേണ്ട, ജാതി വേണ്ട, ദൈവവും വേണ്ട. എന്നിട്ട് അവസാനം പറഞ്ഞു വേണം ധർമ്മം. ഗുരുഭഗവാൻ പറഞ്ഞു ജാതി ഭേദം, ജാതി വേണമെങ്കിൽ ആയിക്കോ, പക്ഷെ ഭേദമില്ലായിരിക്കണം. ഭേദമില്ലെങ്കിൽ ഇവർ ജാതി നേരെ അപ്രത്യക്ഷമാകും. മതദ്വേഷമില്ലെങ്കിൽ മതത്തിന് പ്രസക്തി കുറയും. ഇപ്പം ജാതിഭേദവും മതദ്വേഷമില്ലെങ്കിൽ സാഹോദര്യം താനേ വരും.
അപ്പോൾ സോദരത്തേന, അതാണ് ഈ മീറ്റ് മീ സെൻറ്ററിൽ ഉള്ളത്, സോദരത്തേനെ വാഴാൻ സാധിക്കുന്നു. ഒരു മാതൃകാ സ്ഥാപനമായി ലോകത്തെ വളർത്താൻ ശ്രീനാരായണ ദർശനത്തിനല്ലാതെ ഒരു ദർശനത്തിനാവില്ല. അങ്ങനൊരു ദർശനമില്ല. അനുയായികൾ സൃഷ്ടിച്ച മതങ്ങൾ അല്ല. മതങ്ങളെല്ലാം വളരെ വലിയ ദേവാലയങ്ങളാണ്, വലിയ വലിയ ദേവാലയങ്ങളാണ് ഈ മതങ്ങളെല്ലാം. പക്ഷേ അനുയായികൾ, ഞാനൊരു പദം ഉപയോഗിക്കുകയാണ്, അവരെ പിശാചുക്കളായി മാറുമ്പോഴാണ് ദേവാലയം അശുദ്ധമാകുന്നത്, മതങ്ങൾ അശുദ്ധമാകുന്നത്. അശുദ്ധമായ മതങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം, ഒരു തടസ്സവുമില്ല. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടും, ലോകമാകെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ദൈവദശകം തന്നെയാണ്. ദൈവദശക പ്രാർത്ഥനയ്ക്ക് തന്നെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ദിവസവും രാവിലെ ഗുരുഭഗവാന്റെ വിളക്ക് കത്തിച്ച്, ഗുരുഭഗവാന്റെ മുമ്പിൽ തിരുമുമ്പിൽ വിളക്ക് കത്തിച്ച് ദൈവദശകം പ്രാർത്ഥിക്കുകയും വൈകുന്നേരം പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതി. ആ വീട്ടിൻ്റെ അന്തരീക്ഷം ആകെ മാറും, അവിടെയുള്ള ആളുകളുടെ മനസ്സ് മാറും, അവരുടെ രീതികൾ മാറും. അവരെല്ലാം ഒന്നാണെന്നുള്ളത് അദ്വൈത ബോധമുണ്ടാവും. ദ്വൈതം എന്നുള്ള സങ്കല്പം എല്ലാം നശിച്ച് നാമാവശേഷമാവും. അത് കേരളത്തിൽ തുടങ്ങി ഇന്ത്യയിലേക്ക് വ്യാപിച്ച് അത് ലോകമാകെ പടരണം. ആ പ്രാർത്ഥനയോടൊപ്പം ഗുരുദേവൻ്റെ ദർശനവും അങ്ങനെ വന്നാൽ ശാന്തിയും സമാധാനവും ലോകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. നമ്മൾ മഹാത്മാഗാന്ധിജി ഗുരുദേവനെ സന്ദർശിച്ച ഒരു അനുഭവം പറഞ്ഞല്ലോ. അതുപോലെ പല മഹാത്മാക്കളും ഗുരുദേവനെ സന്ദർശിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു മഹത് വ്യക്തിത്വം എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർശനത്തിൻ്റെ ആ ഒരു അനുഭവവും ആ ഒരു സന്ദർഭം ഒന്ന് വ്യക്തമാക്കാമോ? ടാഗോർ ഗുരുദേവനെ കാണാൻ, ഗുരുദേവ ഭഗവാനെ കാണാൻ ബോംബെ വിമാനത്താവളത്തിലാണെന്നാണ് യാത്ര തിരിച്ചത്. അപ്പോൾ ബോംബെ വിമാനത്താവളത്തിൽ പത്രക്കാർ ചോദിച്ചു, എവിടെ പോകുന്നു? വേറെ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു കേരള ടു സീ വൺ ഓഫ് ദി സെയിൻസ്. ടു സീ വൺ ഓഫ് ദി സെയിൻസ്. അപ്പം അദ്ദേഹം ശിവേരി വന്ന് ഭഗവാനെ കണ്ട മാത്രമേ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് മുഖത്ത് നോക്കി ആ നയനങ്ങളെപ്പറ്റി, ഇങ്ങനെ യോഗ നയനങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എഴുതിയത് I have never come across one who is spiritually greater than Swami Narayana Guru, or a person who is at par within spiritual attainment. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ ഒരു സന്യാസിയാണ്, അദ്ദേഹം തന്നെ ഒരു ഋഷിപര്യനാണ്, ഗീതാജ്ഞയിൽ എഴുതിയ ആളാണ്, നോബൽ പ്രൈസ് വാങ്ങിയ ആളാണ്, രൂപത്തിലും ഭാവത്തിലും എല്ലാ സന്യാസിയാണ്, ആത്മീയതയുടെ നിറകുടമാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലം ബംഗാളാണ്. ബംഗാളിലാണ് ലോകപ്രസിദ്ധരായ എല്ലാവരുടെയും സമാരാധ്യന്മാരായ വിവേകാനന്ദ സ്വാമികളും അതുപോലെ തന്നെ പരമഹംസദേവനും ശ്രീരാമകൃഷ്ണ പരമഹംസ, ഇവർ രണ്ടുപേരുടെയും നാട്. അവർ രണ്ടുപേരെയും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾ, അവർ രണ്ടുപേരെയും അനുഭവിച്ചറിഞ്ഞ ആൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മളത് ചിന്തിക്കേണ്ടതാണ് ഈ ഒരു വാചകം. അപ്പോൾ അവരെക്കാളേറെ സ്പിരിച്വലായി ഗ്രേറ്ററാണ് എന്നാണ് എൻ്റെ അർത്ഥം. ടാഗോർ പറഞ്ഞതുകൊണ്ട്
ഇവരെല്ലാ ഋഷിമാരെയും അറിയാമെന്നുള്ള ആൾ പറഞ്ഞതുകൊണ്ട് അവിടെയാണ് ഗുരുഭഗവാനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ടാഗോറിനേക്കാൾ ഗ്രേറ്ററായിട്ടുള്ള സ്പിരിച്വാലിറ്റിക്സ് സൂക്ഷിച്ച, ഗ്രേറ്റർ സ്പിരിച്വൽ പവറുള്ള ഗുരുഭഗവാനെ അറിയാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് തന്നെയാണ് ടാഗോർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊരു വലിയ ഒരു പ്രചാരണം കൊടുക്കാൻ കഴിയണമെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവണം. അത് ഭരണാധികാരികൾ കഴിയും. ഇപ്പോൾ അശോക ചക്രവർത്തിക്ക് ബുദ്ധമതത്തിനെ പ്രചരിപ്പിക്കാൻ സാധിച്ചു. കാരണം അദ്ദേഹത്തിന് അശോക ചക്രവർത്തിക്ക് എന്തുണ്ട്? പവർ. ശ്രീബുദ്ധനും ബുദ്ധമതം അങ്ങനെ പ്രചാരം ലഭിക്കുകയുണ്ടായി. കുറേയേറെ ധർമ്മം നിലനിൽക്കുന്നുണ്ട് ആ രാജ്യങ്ങളിലുമുണ്ട്. ബുദ്ധധർമ്മ അനുയായികളുടെ ഇടയിൽ തന്നെ നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു മതഭ്രാന്ത് അവരെ ഇതുവരെ ബാധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബുദ്ധമതക്കാരുടെ ഇടയിലൊരു മതഭ്രാന്തുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, വായിച്ചറിഞ്ഞിട്ടില്ല, കേട്ടറിവില്ല. ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അതുണ്ടാവത്തതിനൊരു പ്രധാന കാരണം ഒന്ന് ബുദ്ധമതത്തിന് ലഭിച്ച പ്രചാരണം. കുറേ ആഴത്തിൽ ആളുകളെ ഇറക്കിക്കൊണ്ട് ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുമതത്തിന് വലിയ പ്രചാരമുണ്ട്. ലോകത്ത് ക്രിസ്തുവിനെ അറിയുള്ള താരങ്ങളുണ്ട്. ഏതെങ്കിലും മൂലയിലുണ്ടോ ക്രിസ്തുവില്ലാത്ത? പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം ആഴത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഇറങ്ങി ചെല്ലണം. സാഹോദര്യം നബിതിരുമേനി ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷെ നബിതിരുമേനിയുടെ സാഹോദര്യം ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ടോ? ഇതെല്ലാം ഒരുമിച്ചുള്ള ഗുരുദേവ ദർശനം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രചരണ രംഗത്തേക്ക് വ്യാപകമായി വരാത്തത് എന്നുള്ളത് ശാശ്വതാനന്ദ സ്വാമി ഉണ്ടായിരുന്ന കാലത്ത് വലിയ ശ്രമങ്ങൾ നടത്തി. ഞങ്ങൾ അമേരിക്കയിൽ ഒരു കോൺഫറൻസ് നടത്തി, അന്തർദേശീയ ശ്രീനാരായണ കോൺഫറൻസ്. സിംഗപ്പൂരിൽ നടത്തിയിട്ട് ഞങ്ങൾ നേരെ കോലാലംപൂരിൽ പോയി. കോലാലംപൂരിൽ ചെന്ന് ശ്രീനാരായണ സമിതി ഉണ്ട് അവിടെ. സിംഗപ്പൂരിൽ ശ്രീനാരായണ മിഷനുണ്ട്. സിംഗപ്പൂരിലെ ശ്രീനാരായണ മിഷനൊക്കെ നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ സിംഗപ്പൂർ ഗവൺമെൻറ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. $2.5 കോടി പെർ ഇയർ കൊടുക്കുകയാണ്. എന്തിനാണ്? അഗതികളെ സംരക്ഷിക്കാൻ. സാധാരണ നമ്മൾ കാണുന്ന അനാഥാലയങ്ങൾ പോലെയല്ല. സിംഗപ്പൂരിൽ ഇഷൂൻ എന്നൊരു സ്ഥലത്താണത്. അവിടെ പ്രാർത്ഥനാലയം കണ്ടാൽ തന്നെ എന്താ വിട്ടു നമ്മൾ. അങ്ങനൊരു പ്രാർത്ഥനാലയം പോലും ഇവിടെ ഇല്ല. ഗുരുഭഗവാൻ ജനിച്ച നാട്ടിൽ അത്ര മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. അതിന് നമ്മൾ സിംഗപ്പൂരിൽ പോയിട്ട് വരുന്നു. സിംഗപ്പൂരിൽ മക്കൾ ഉപേക്ഷിച്ചവർ, മാതാപിതാക്കൾ, അഗതികൾ, അവർക്കെല്ലാം ജാതി കൂടുതലും ചൈനക്കാരാണ് ഞാൻ കണ്ടത്. ഇഷ്യൂവിൽ അവർക്ക് സ്വന്തം ഭവനത്തിനേക്കാൾ സ്വാതന്ത്ര്യം. സത്യത്തിൽ അവിടുത്തെ നഴ്സുമാർ ചെയ്യുന്നത് കണ്ടാൽ അവരുടെ നഖം വെട്ടി കൊടുക്കുന്നതും അവരുടെ ഇതൊക്കെ ഞാൻ നോക്കി നിന്നു. നഴ്സുമാർ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സ്വന്തം മക്കൾ പോലും ചെയ്യില്ല. അമ്മയുടെ നഖം വെട്ടി കൊടുക്കുക, അമ്മയുടെ കാൽ നഖം വെട്ടി കൊടുക്കുക, അവരെ പരിചരിക്കുക. അതെല്ലാം അവർ പ്രചോദനം ഗുരുദേവ ദർശനമാണ്. ആ ഗവൺമെൻറ് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? മറ്റൊരു രാജ്യത്തുമില്ലാത്തൊരു സമാധാനം, മറ്റൊരു രാജ്യത്തുമില്ലാത്തൊരു പ്രത്യേകത സിംഗപ്പൂർ എന്ന് പറഞ്ഞ കൊച്ചു സ്ഥലത്തിനുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്ന് ബുദ്ധധർമ്മവും ഒന്ന് ശ്രീനാരായണ ധർമ്മവുമാണ്. ഒരു വീട്ടിൽ നമ്മൾ കയറിയാൽ ബുദ്ധൻ്റെ പടവും കാണും, ക്രിസ്തുവിൻ്റെ പടവും കാണും, നബി തിരുമേനിയുടെ
ആ അറബ് ആലേഖനം ചെയ്ത പ്രാർത്ഥന അതും കാണും. മൂന്ന് പേരാണ്. അച്ഛൻ ഒന്നായിരിക്കും, അമ്മ ഒന്നായിരിക്കും, മക്കൾ വേറെ ഒന്നായിരിക്കും. മക്കൾക്ക്, അച്ഛന്, അമ്മയ്ക്ക്, ഓരോ വ്യക്തിക്കും അവരുടെ മതങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യം. ഒരു വീട്ടിൽ തന്നെ പല വിശ്വാസികൾക്ക് ഒരുമിച്ച് നിൽക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങളെല്ലാം ഒരുക്കുന്ന രാജ്യം. എന്തുകൊണ്ട് ആ ഒരു മാതൃക, ചെറുതായിട്ട് അവിടെ തുടങ്ങിയ മാതൃക ലോകമാകെ വികസിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കില്ല? അത് ചെയ്യണമെങ്കിൽ ആര് ചെയ്യണം? ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ദി റൂളേഴ്സ് ഓഫ് ദി നേഷൻസ്. അവരാണത് ചെയ്യേണ്ടത്, അവരാണത് മുൻകൈ എടുക്കേണ്ടത്. അതിന് നമുക്കെല്ലാം എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ചെറിയ സംഭാവനകൾ ചെയ്ത് ഗുരുദേവ ദർശനത്തിനെ വ്യാപകമാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഇത് ശ്രമിക്കുന്ന സർവ്വ ഗുരുദേവ ഭക്തന്മാരോടും മറ്റുള്ളവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഗുരുദേവൻ ഒരു സന്യാസിയായിരുന്നു. എന്നാൽ മറ്റ് സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം കാഷായത്തിന് പകരം മഞ്ഞ വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ആ മഞ്ഞ എന്ന് പറയുന്ന ആ ഒരു നിറത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാം. ഗുരുദേവൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും അദ്ദേഹം മഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നില്ല. അദ്ദേഹം സിലോണിൽ പോകുന്നതുവരെയും വെള്ള വസ്ത്രമാണ്, ശുഭ്ര വസ്ത്രധാരിയാണ്. അദ്ദേഹം കാവി ഉടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു. എന്താണ് കാരണം? ഈ ബുദ്ധഭിക്ഷുക്കളൊക്കെ കാവി ഉടുക്കും. അപ്പം ഒരു സെക്കൻഡ് ബുദ്ധൻ്റെ പുനർജന്മമാണ് സിലോണിലേക്ക് പോകുന്നത്. അപ്പോൾ കാഴ്ചയിൽ ഒരു ബുദ്ധസന്യാസി ആവട്ടെ എന്ന് അനുയായികൾ, കുമാരനാശനെ പോലെയുള്ള അനുയായികൾ. ശരി, അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ നാം അത് സ്വീകരിക്കാം. നാമും എന്ത് ചെയ്യാം? കാവി കൊടുക്കാം. അഴുക്ക് പുരണ്ടാൽ അറിയില്ലല്ലോ. ഇപ്പോൾ വെള്ള വസ്ത്രവും കാവി വസ്ത്രവും തമ്മിൽ ആ വ്യത്യാസമുണ്ട്. അങ്ങനെ കാവി പിന്നെ കാവി എത്ര കാലം കൊടുത്തൊന്നും എനിക്കറിയില്ല. അദ്ദേഹം സന്യാസ ദീക്ഷ കൊടുത്തപ്പോഴും മഞ്ഞ കൊടുത്തിട്ടില്ല. അദ്ദേഹം കൊടുത്ത വെള്ള വസ്ത്രവും കാവ്യ വസ്ത്രവും അതുപോലെ തന്നെ ഒരു സായിപ്പിന് കൊടുത്ത സായിപ്പിൻ്റെ വേഷമാണ്. കാവി കൊണ്ടുവന്നു വെച്ചു. എന്തിനാണിത് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഇതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊണ്ടുവരും, പാൻറ്റും ടൈയും കോട്ടും എല്ലാം കൂടെ കൊണ്ടുവന്നു. അതാണ് സന്യാസമായിട്ട് കൊടുത്തത്. അപ്പോൾ വസ്ത്രത്തിൽ അത് വലിയ കാര്യം വരുന്നില്ല. വസ്ത്രമൊക്കെ ഈ ദേഹത്തിരുന്നല്ലേ, അകത്തല്ലല്ലോ. അകത്താണ് എന്താവശ്യം? കാവ്യ ആവശ്യം. കാവ്യ എന്ന് പറയുന്നത് തന്നെ വലിയ ഇതല്ലേ. കാവ്യ എന്ന് പറയുന്നത് നമ്മളുടെ അഗ്നിയുടെ നിറമാണ്. അഗ്നിയിൽ നമ്മളുടെ സന്യാസ ജീവിതത്തിന് മുമ്പുള്ള പൂർവ്വകാല ജീവിതം, ആ ജീവിതത്തിനെ ഈ ഹോമിക്കുകയാണ്. പേര് മാറ്റുന്നു, ജീവിതം മാറ്റുന്നു, അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല. പിന്നെ സന്യാസി ഉദയം ചെയ്യുകയാണ് കാവി. അതാണ് ഈ അഗ്നി. ഗുരുദേവനൻ്റെ ആവശ്യമേ ഇല്ല. ജന്മനാ തന്നെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ദൈവപുത്രനാണ്. മഞ്ഞ വസ്ത്രം അദ്ദേഹം ആവശ്യപ്പെട്ടത് തീർത്ഥാടന സമയത്താണ്. തീർത്ഥാടന സമയത്ത് പഞ്ചശുദ്ധിയോടുകൂടി, വാക്ശുദ്ധി, ആഹാരശുദ്ധി തുടങ്ങിയിട്ടുള്ള 5 ആഹാരശുദ്ധി തുടങ്ങിയിട്ടുള്ള 5 പഞ്ചശുദ്ധികൾ, 10 ദിവസത്തെ വ്രതം. 10 ദിവസത്തെ വ്രതം കഴിഞ്ഞ് പീതാംബരധാരികളായി എവിടെ പോകണം? ശിവഗിരി മഠം തീർത്ഥാടനത്തിന് പോകണം. തീർത്ഥാടകർക്ക് വേണ്ടി അനുവദിച്ച വസ്ത്രധാരണ രീതിയാണ് ഗുരുദേവന് മഞ്ഞ ഉടുത്ത് പരിസരത്ത് ഞാൻ കാണുന്നത്. എനിക്കൊരു ഒരു പ്രാവശ്യം അനുഭവമുള്ളത്, ഞാൻ ശിവഗിരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്തു.
വെളിയിലൊക്കെ ഇറങ്ങി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് മഞ്ഞ പെയിൻ്റ് അടിച്ചിരിക്കും. ഞാൻ ചോദിച്ചു, എന്താണത് ഇങ്ങനെ മഞ്ഞ പെയിൻറ്റ്? ഗുരുദേവൻ നമുക്ക് അനുഭവിച്ചു തന്ന നിറമല്ലേ? ഗുരുദേവൻ നമുക്ക് അനുഭവിച്ചു നിറം തീർത്ഥാടന സമയത്ത് തീർത്ഥാടകർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള നിറമാണ് മഞ്ഞ. കെട്ടിടങ്ങളിലെല്ലാം മഞ്ഞ അടിക്കേണ്ട ആവശ്യമില്ല. ശ്രീനാരായണ ദർശനത്തിൻ്റെ അനുയായികളാണെന്നറിയാം, എവിടെയെങ്കിലും റിബൺ പോലെ മഞ്ഞ കാണിച്ചാൽ മതിയല്ലോ. ബാക്കിയെല്ലാം കളർഫുള്ളായിട്ട് അടിക്കണം. നയനസുഖം വേണം വരുന്ന രോഗിക്ക്. മഞ്ഞയ്ക്ക് നയനസുഖമുണ്ട്, പക്ഷേ വിവിധ വർണ്ണങ്ങളാവുമ്പോഴോ നയനസുഖം കൂടും. ഇപ്പം അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്റ്റിനെ വിളിച്ച് ഞാൻ തന്നെ 8 ലക്ഷം രൂപ അടിച്ച് തീർന്നപ്പോൾ. വലിയ കെട്ടിടമല്ലേ, എന്നാലും എനിക്കൊരു സംതൃപ്തിയുള്ളത് മനോഹരമാക്കി. എൻ്റെ നാട്ടിലൊരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരത്തിൽ നിങ്ങൾ ചെന്ന് നോക്കണം. പല കളറ് മഞ്ഞയുണ്ട്. ചില സ്ഥലങ്ങളിൽ ആകുമ്പം ഈ മുസ്ലിം പള്ളികളിൽ പച്ച മാത്രമേ അടിക്കൂ. അതേപോലെ ഗുരുദേവ ദർശനം, ഗുരുദേവ ക്ഷേത്രങ്ങളിൽ മഞ്ഞ മാത്രം അടിക്കുന്ന ക്ഷേത്രം ധാരാളമുണ്ട്. അവിടെ വിവിധ വർണ്ണങ്ങൾ അടിക്കാം. നമുക്ക് ശിവഗിരി ഒരു തീർത്ഥാടകനായി, ഒരു ഭക്തനായി ശിവഗിരി പോകുമ്പോൾ മഞ്ഞ വസ്ത്രം കൊടുക്കാം. അത് എപ്പോഴും നമ്മൾ മഞ്ഞ വസ്ത്രം, ശ്രീനാരായണീയനാണ്, മഞ്ഞ വസ്ത്രം കൊടുത്ത് നടക്കണ്ട. അവിടുത്തെ ഒരു സന്യാസിമാരും മഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കാറില്ല. അവിടെ നീ കാവിയാണ് ഇപ്പോൾ കൂടുതലും അവിടുത്തെ സന്യാസിമാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ബുദ്ധൻ്റെ ഒരു വേഷം കളർ എനിക്ക് തോന്നുന്നത് റോസാണ്. റോസ് കളറാണ്. ശാശ്വതാനന്ദ സ്വാമി മാത്രമാണ് റോസ് കളർ. ഇപ്പോൾ സ്വാമിയുടെ ഒരു അനുയായിയുണ്ട്, സുഖാകാശ സരസ്വതി. പുള്ളിക്കൊരു ആശ്രമമുണ്ട് ഹരിപ്പാടിൻ്റെ ഭാഗത്ത്. അദ്ദേഹമാണ് ഇപ്പോൾ ഞാൻ റോസ് നിറത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാമിയുടെ നിറവും റോസാപ്പൂവിൻ്റെ നിറമാണ്. സ്വാമിയുടെ വസ്ത്രത്തിൻ്റെ നിറവും റോസാപ്പൂവിനാണ്. ശാശ്വതാനന്ദ സ്വാമി സ്വന്തമായി തിരഞ്ഞെടുത്ത ഒരു നിറമാണത്. അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള നിറം സ്വീകരിക്കാം. അതിലൊന്നും ഗുരുദേവൻ, അതല്ലേ ഗുരുദേവൻ ഞാൻ പറഞ്ഞത്. ഗുരുദേവൻ സായിപ്പിന് കൊടുത്ത വേഷം സായിപ്പിൻ്റെ വേഷം തന്നെ. അതിനെന്ത് പറയും, സന്യാസ ദീക്ഷ കൊടുത്തപ്പോൾ കൊടുത്ത വസ്ത്രം. ഗുരുദേവൻ്റെ ചിന്തകൾക്കൊന്നും സൽപ്രവർത്തികൾക്കൊന്നും ഒരു പരിമിതിയുമില്ല. ഗുരുദേവൻ്റെ സ്നേഹത്തിന് പരിമിതികളില്ല. അതാണ് ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഗുരുദേവൻ എപ്പോഴും ഈ ആത്മീയതയുടെ നിറവിൽ സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടാവുമല്ലോ. അതാണ് ഗുരുദേവൻ്റെ സ്വന്തമായി ആത്മനിർവൃതി അടഞ്ഞ് ബ്രഹ്മത്തിൽ ലയിക്കുക. ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയോടൊപ്പം അദ്ദേഹം സ്വായത്തമാക്കിയ തപസ്സിൻ്റെ ശക്തിയെ, തപോബലത്തെ അദ്ദേഹം സഹജീവികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചെന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ സ്വന്തം ചേട്ടൻ കുഞ്ഞികൃഷ്ണൻ പരീച്ചൻ, അദ്ദേഹത്തിന് പാണ്ഡുരോഗം ബാധിച്ചു. പാണ്ഡുരോഗം ബാധിച്ചപ്പം എൻ്റെ അപ്പൂപ്പന് ഒരു വിഷമവുമില്ല. എൻ്റെ അമ്മൂമ്മമാരെല്ലാം സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് പ്രസവിക്കാത്ത മക്കളെയും വളർത്തുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് ഈ സ്വന്തം അമ്മയെ തിരിച്ചറിയുന്നത്. കർമ്മങ്ങൾ ചെയ്യണമല്ലോ. അത്രത്തോളം സ്നേഹസമ്പന്നമായ അമ്മമാർ. അവർക്കെല്ലാം വേദന വന്നു. പാണ്ഡുരോഗം എന്ന് വെച്ചാൽ അതിങ്ങനെ വ്യാപകമായ ഒരു വികൃതമായ ഒരു രൂപം വരും. പൂർണ്ണമായ സായിപ്പാവും. അപ്പോൾ അപ്പൂപ്പന് ഒരു പ്രയാസമില്ല. അപ്പോൾ അപ്പൂപ്പൻ്റെ ഭാര്യമാർ ചോദിച്ചാൽ നിങ്ങളെന്തും ഒരു പ്രയാസമില്ല, ഭഗവാൻ ഇരിക്കുകയല്ലേ, രോഗശാന്തി ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ. നാളെ തന്നെ പിള്ളേർക്ക് ആവശ്യമായ ആഹാരപ്പൊതികൾ കെട്ടി ഒരു ഭഗവാൻ അരുവിപ്പുറത്ത് വിശ്രമിക്കുകയാണ്, അവിടത്തേക്ക് പറഞ്ഞയച്ചാൽ മതി, അദ്ദേഹം മരുന്ന് കൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഗുരുദേവൻ ഒരാളിനെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, മറക്കില്ല. അപ്പം സിലോണിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പനും കണ്ടിട്ടുണ്ട്, എൻ്റെ വലിയച്ഛന്മാർ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട്, അപ്പച്ചന്മാർ കണ്ടിട്ടുണ്ട്,
ഭഗവാന്. അപ്പോൾ ഇവർ പോയപ്പോൾ ഗുരുഭഗവാൻ അക്കരെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരൊന്ന് ചെറുതായിട്ട് ഉറങ്ങിയപ്പോൾ ഗുരുഭഗവാൻ വന്നു. ഗുരുഭഗവാൻ അകത്തു നിന്നാണ് വന്നത്. എങ്ങനെ വന്നു അവർക്ക് പറഞ്ഞില്ല, നമുക്ക് പറഞ്ഞില്ല. അത് അദ്ദേഹം ഇവർ കാണാതെ കയറി വന്നു. അവർ ഉറങ്ങിയപ്പോൾ കയറി കാണും. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കയറി ഉടനെ അദ്ദേഹം തന്നെ ചോദിച്ചു, നിങ്ങൾ അപ്പം എൻ്റെ അപ്പനോട് നെയ്ത്തുശാല ഇട്ടു. തിരുവോണിയിൽ നിന്ന് വന്നു. നെയ്ത്തുശാല, വൈദ്യനുമാണ്, നെയ്യാനും അറിയാം. നെയ്ത്തുശാല ഇട്ടു. അപ്പം നെയ്ത്തുകാരൻ്റെ മക്കളാണല്ലേ. അപ്പോൾ ഇവരെല്ലാം അച്ഛനെയും എല്ലാവർക്കും അറിയാമല്ലോ. യഥാർത്ഥത്തിൽ അതാണ് ഈ ആത്മീയതയുടെ, ആത്മജ്ഞാനത്തിൻ്റെ പ്രത്യേകത. തിരിച്ചറിയാം. ഒരു ചെടി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതെടുക്കാൻ പറഞ്ഞു. ആ ചെടി എടുത്തോണ്ടാണ്, പിഴിഞ്ഞ് നോക്ക്, രസമുണ്ടോ എന്ന് നോക്ക്. ഉണ്ട്, ആ ഭാഗത്തൊക്കെ തേക്കാൻ പറഞ്ഞു. നാളത്തേക്കും അടുത്ത ദിവസത്തേക്കുള്ള ചെടി ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഒരേച്ചൻ പറഞ്ഞു, ഇത് അവിടെ നാട്ടിൽ ധാരാളമുണ്ട്, ഇരിക്കട്ടെ, ഇത് കൊണ്ടുപോകണം, ഇത് കൊണ്ടുപോയി തേക്കണം. ഇത് ഈ അന്തരീക്ഷത്തിൽ വളരുന്ന ചെടിയല്ല, ആ അന്തരീക്ഷത്തിൽ വളരുന്ന വ്യത്യാസമുണ്ടല്ലോ. ഇതുകൊണ്ടാണ്. 3 ദിവസം തേച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായി. അപ്പോൾ വലിയ ചികിത്സ തുടങ്ങി. പാണ്ഡുരോഗത്തിൽ ആർക്കും ഭേദമായില്ല. മനസ്സിലായില്ലേ? അതാണ് ചെടിയിൽ മാത്രമല്ല കാര്യം. അതാണ്. അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ ഗുരുദേവൻ്റെ സ്വാധീനം ചെറുതൊന്നുമല്ല, വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം ആണ് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എൻ്റെ ജ്യേഷ്ഠന്മാരായാലും, ജ്യേഷ്ഠന്മാരെ 3 പേരും 3 പേരും മരിച്ചുപോയി. അവരുടെ മക്കൾ എല്ലാം വലിയ ദുരിതങ്ങളില്ലാതെ ഞാൻ ജീവിച്ചിരിക്കെ തന്നെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്കും വളരെ സ്നേഹം. എനിക്ക് അപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും ഒരു പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ, അവരെ മക്കളെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഞാനിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അതിനെ വലിയൊരു കുടുംബയോഗമാക്കി മാറ്റി ഈ ചിന്തകൾ അവരിലേക്ക് കടത്തി. ഇപ്പോൾ അവധൂജി പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള ആത്മജ്ഞാനമുള്ളവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തി ഇവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കണം. ഇവരെല്ലാം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാം, അതേപോലെ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാം, പരസ്പര സഹായം വർദ്ധിപ്പിക്കാം. ഒരാളൊരു അബദ്ധത്തിൽ പെട്ടുപോയാൽ കൈപിടിച്ച് ഉയർത്താൻ ഉള്ള ഉണ്ടാവണം. അത് ഇപ്പോഴും ഞാൻ അവരുടെ കാണുന്നില്ല. അതെല്ലാം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കൂട്ടായ്മ പോലെ ഒന്ന് നമുക്കുണ്ടാക്കിയെടുക്കണം. അതിനുള്ള ശ്രമത്തിലാണ്. ആദ്യം എൻ്റെ കുടുംബത്തിൽ തന്നെ ഗുരുദൈവ ദർശനം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉയർന്നു വരും പുതിയ തലമുറയിലുള്ള നല്ല പിള്ളേർ, നല്ല പുതിയ തലമുറ സമൂഹത്തിലേക്ക് അവരും ഇറങ്ങി വരും. ആൺ പെൺ വ്യത്യാസമില്ലാതെ അവരെ ഉയർത്തി കൊണ്ടുവന്ന് അവരുടെയും കൂടെ സേവനം സമൂഹത്തിലുണ്ടാക്കി സാമൂഹികമായ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു ചെറിയ ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിലുള്ള നിന്നുള്ള പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എല്ലാവരുമായിട്ടും നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ഞാൻ ദിവസവും ശ്രമിക്കുന്നത്. ടെലിഫോണിൽ കൂടെ ആയാലും ഞാൻ എങ്ങനെയും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കൊരു 2-3 ദിവസം വരെ ഒരു ബന്ധപ്പെട്ടില്ലേ അസ്വസ്ഥയാണ് കുടുംബാംഗങ്ങളെ. അവരെല്ലാം ഞാനിപ്പോൾ മാത്രമേ ആണായിട്ട് ജീവിച്ചിരിപ്പുള്ളൂ. അപ്പം സഹോദരിമാരിപ്പോൾ എല്ലാവരും പോയി, ഒരാൾ ഒഴിച്ച് 3 പേരേ ഉള്ളൂ. ബാക്കി സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് ഞാൻ. എന്നാലും ഞാൻ എൻ്റെ ഇനിയുള്ള ശേഷിച്ച കൊച്ചു ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഗുരുദേവ വിശ്വാസികളോട്, ഗുരുദേവ ദർശനത്തോട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ. അങ്ങയുടെ കുടുംബം ഗുരുദേവനായിട്ട് അടുത്ത ബന്ധമുണ്ട്, അത് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അപ്പം അങ്ങയുടെ ധർമ്മപത്നിയുടെ കുടുംബവും ഇതുപോലെ ഗുരുദേവനായിട്ട് ബന്ധം ഉള്ള ഒരു കുടുംബമാണോ? എൻ്റെ കുടുംബത്തിനേക്കാൾ എത്രയോ ഇരട്ടി ബന്ധമാണ്. എൻ്റെ
എൻ്റെ ഭാര്യയുടെ കുടുംബക്കാർക്ക് ഗുരുദേവനുമായിട്ടുള്ളത്. അത് അത് കുറച്ച് പറയാനുള്ള ബന്ധമാണ്. കാരണം എൻ്റെ ഭാര്യ അജിത കൗസല്യ സോമൻ ആണ് എൻ്റെ ഭാര്യയുടെ പേര്. ഈ അജിത കൗസല്യ സോമൻ എന്ന് പറയുന്ന ഈ സോമൻ അവളുടെ അച്ഛനും കൗസല്യ എന്ന് പറഞ്ഞ അമ്മയുമാണ്. ഈ സോമൻ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ അച്ഛൻ മേടയിൽ കർണാരപ്പണിക്കർ എന്ന് പറയുന്ന വലിയൊരു പ്രമാണിയുടെ മകനാണ്. മേടയിൽ കർണാരപ്പണിക്കർ എന്ന് പറയുന്ന ആൾ ആയ എന്ന് പറയുന്ന സ്ഥലം അരുവിപ്പുറം ആയ എന്നും അറിയപ്പെടും ആ പ്രദേശം. ആയ അരുവിപ്പുറത്തുള്ള ഈശ്വരപ്പണിക്കരുടെ മകനാണ്. ഈശ്വരപ്പണിക്കരുടെ വീട്ടുപേര് പുലിവാതിക്കൽ എന്നാണ്. ഈശ്വരപ്പണിക്കരുടെ കുടുംബ വീട്ടിൻ്റെ പേര് പുലിവാതിക്കൽ എന്നാണ്. ഈ പുലിവാതിക്കൽ എന്ന കുടുംബ പേര് വരാനുണ്ടായ കാരണം ഗുരുഭഗവാൻ അവിടെ വിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ മലയിലിരിക്കുമ്പോൾ അദ്ദേഹം ആഹാരം കഴിക്കാൻ ആവശ്യപ്പെടും വരുമ്പോൾ താഴെ ഇറങ്ങി ഈ വീട്ടിൽ വരും. ഈ പുലിവാതിക്കൽ കുടുംബത്തിൽ വരും. പുലിവാതിക്കൽ കുടുംബത്തിൽ ഗുരുദേവൻ വരുന്നത് കൊണ്ട് ഗുരുദേവൻ്റെ ബന്ധം വന്നതിന് ശേഷം അവർ സസ്യാഹാരമേ അവിടെ ഉണ്ടാക്കും. അങ്ങനെ ഗുരുദേവൻ വരുമ്പം ഗുരുദേവൻ്റെ സുഹൃത്തുക്കൾ കൂടെ വരും. അവരും സസ്യാഹാരം തന്നെ കഴിക്കും. ഇവിടുത്തെ വീട്ടിൽ നിന്ന് അവർ വെളിയിൽ നിൽക്കും. പക്ഷെ അവർ നമ്മളെ രൂപത്തിലുള്ളവരല്ല. അവർ പുലി, സർപ്പം, പുലികളാണ് കൂടുതൽ അവിടെ ഉള്ളത്. മിക്കവാറും രണ്ടൊന്ന് പുലി കാണും. ഗുരുദേവൻ്റെ സുഹൃത്തുക്കളാണ്. രണ്ടും സർപ്പങ്ങൾ കാണും, വേറെ ചില ജീവികളൊക്കെ കാണും. ഗുരുദേവനോടൊപ്പം വരും. വന്ന് ഗുരുദേവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കും ഭക്ഷണം കൊടുക്കും, അവരും കഴിക്കും. അങ്ങനെ പുലി ആ വാതിൽ കിടക്കും. പുലി വാതിക്കൽ കിടക്കുന്നത് കൊണ്ടാണ് ഈശ്വരപ്പണിക്കരുടെ സഹോദരിമാർ എന്ന് വെച്ചാൽ ഈ കർണാരപ്പണിക്കർ എന്നാണ്. കർണാരപ്പണിക്കർ സോമൻ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ്റെ പേര് ഈശ്വരപ്പണിക്കർ കർണാരപ്പണിക്കർ അപ്പച്ചിമാർ വ്രതശുദ്ധിയോടുകൂടി ആഹാരം പാചകം ചെയ്ത് ഗുരുഭഗവാൻ കൊടുക്കും. അങ്ങനെ ആ ഭവനത്തിലെ പുലി വന്ന് ഇങ്ങനെ വാതിക്കൽ കിടക്കുന്നതുകൊണ്ടാണ് ആ വീട്ടിന് പുലിവാതിക്കൽ എന്ന പേര് വന്നത്. ഞാൻ ഏറ്റവും വലിയ സന്തോഷം എനിക്കുള്ളത് നമ്മളെ അവധൂത് ഗുരുപ്രസാദ്ജി ആ കുടുംബത്തിൽപ്പെട്ടാണ്. അവധൂത് ഗുരുപ്രസാദിയുടെ അമ്മ പ്രീത കൗസല്യ സോമൻ ഈ കുടുംബത്തിലെ അംഗം, എൻ്റെ ഭാര്യയുടെ ചേച്ചി. ആ ചേച്ചിക്ക് ജനിച്ച മകൻ. അപ്പോൾ ആ വേരുകൾ, ആത്മീയതയുടെ വേരുകൾ ആവാഹിച്ച് കിട്ടിയത് ഗുരുപ്രസാദ്ജിയിലാണ്. അതാണ് എൻ്റെ മഹത്വം. അതാണ് നമ്മൾ ഗുരുപ്രസാദ്ജി ദൃശ്യമാകുന്ന മഹത്വം. മറ്റൊന്ന് ഗുരുപ്രസാദിയുടെ അച്ഛൻ ശശിധരൻ. അദ്ദേഹത്തിനപ്പോൾ ഒരു ഗുരുഭക്തൻ വിരളമാണ്. ഞാൻ എപ്പോൾ ശിവഗിരി പോയിട്ടുണ്ടെങ്കിലും ഒരു 90% ദിവസങ്ങളിലും അദ്ദേഹത്തിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അരുവിപ്പുറത്ത് പോകുമ്പോൾ അദ്ദേഹത്തിനെ കാണാതിരിക്കുന്ന സന്ദർഭങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. അദ്ദേഹം മറ്റ് ക്ഷേത്രങ്ങളിലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തെ ഞാൻ കൂടുതലും കാണുന്ന അരുവിപ്പുറത്ത് വെച്ചാണ്, ശിവഗിരി മഠത്തിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്. ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ബാലരാമപുരത്താണല്ലോ അവരുടെ വീട്. ബാലരാമപുരത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാത്വികനായ സുശീലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുശീലനാണ് അദ്ദേഹം. അദ്ദേഹവും ആത്മീയത നിറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ എല്ലാം സമന്വയിച്ച് വന്നത് ആവാഹിച്ച് കിട്ടിയതാണ് ഈ ഗുരുപ്രസാദ്ജി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദുഷ്പ്രഭാവത്തിലുണ്ടായതല്ല. ഗുരുവിൻ്റെ പ്രസാദമായിരിക്കും. ഗുരുവിൻ്റെ പ്രസാദം, അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ പ്രസാദം, അമ്മയുടെ അപ്പൂപ്പന്മാരുടെ പ്രസാദം, ഇതെല്ലാം കൂടെ കടഞ്ഞെടുത്ത് രൂപാന്തരപ്പെട്ട് വന്നൊരു മാണിക്യക്കല്ലാണ് അവധൂത് ഗുരുപ്രസാദ്ജി. അതുകൊണ്ടാണ് എൻ്റെ മകൻ്റെ സ്ഥാനത്തല്ല ഞാൻ കാണുന്നത്, ഗുരുവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. മനസ്സുകൊണ്ട് ഞാൻ ഗുരുവായിട്ട് സങ്കല്പിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും
നമ്മളെ ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു മഹാഭാഗ്യം. ഗുരുദേവന് ആഹാരം പാചകം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ്. ഗുരുദേവൻ കഴിച്ചതിൻ്റെ ബാക്കിയിരുന്നാൽ അവർ അമൃത് പോലെ കഴിക്കും. അതെന്ത് ഭാഗ്യമാണ്, അമൃതാണ്. പിന്നെ അത് ആ കുടുംബത്തിലുള്ള എല്ലാ ആരോഗ്യമായി എൻ്റെ മാമൻ സൂര്യ തേജസ്സുള്ള മനുഷ്യനായിരുന്നു, സോമൻ. ഈ സൂര്യ തേജസ് മരിക്കുന്നത് 93 വയസ്സിലും കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്. എന്ത് പ്രകാശമുള്ള മനുഷ്യനാണ്. അതെവിടെ നിന്ന് കിട്ടി ഈ പ്രകാശം, ഈ ആരോഗ്യം? അതെല്ലാം ഗുരുഭഗവാന്റെ ഒരു പാരമ്പര്യമാണ്, പാരമ്പര്യമായി ലഭിക്കുന്നതാണ്. ആ സൽപ്രവൃത്തികളിലും അദ്ദേഹം കഴിച്ച ആഹാരത്തിൻ്റെ ബാക്കി കഴിച്ചും എല്ലാം ഭാഗ്യം ലഭിച്ച കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം തീർച്ചയായിട്ടും അതുണ്ടാവും. ആ കുടുംബത്തിൽ ജനിക്കാൻ എൻ്റെ മകന് ഭാഗ്യമുണ്ടായി. എൻ്റെ മകൾ, ആ ഭാര്യയാണല്ലോ എൻ്റെ മകനെ പ്രസവിച്ചത്. അവനും എൻ്റെ മകനും ആ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഞാനും ഭാഗ്യവാനാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ വിവാഹം കഴിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ്. അതിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. ഇതെല്ലാമാണ് ദൈവം നമുക്ക് തരുന്ന പ്രസാദം. ഒരു പ്രസാദമായി സ്വീകരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ ഗുരുദേവ ദർശനം എങ്ങനെ, ഏത് രീതിയിൽ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സന്ദേശമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇത് പറയാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ബാഹുലേയൻജി. കാരണം തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ആ ഗുരുദേവ ദർശനം, അവരുടെ മുൻ തലമുറയിലുള്ളവർ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നാലും അപ്പൂപ്പനായിരുന്നാലും ഇവരെല്ലാവരും ജീവിച്ച് കാണിച്ച് തന്ന ആ ഗുരുദേവ ദർശനത്തെ അതുപോലെ പൂർണ്ണ മനസ്സോടെ എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിത രീതിയാണ് അദ്ദേഹം ഇതുവരെയും തുടർന്നുകൊണ്ട് പോകുന്നത്. ഈ ജീവിത രീതി തന്നെ അദ്ദേഹത്തിൻ്റെ വരും തലമുറയ്ക്കും പകർന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിനെ, അല്ലെങ്കിൽ ഈ ഒരു ഗുരുദേവ ദർശനം നമ്മളിലേക്ക് പകർന്നു തന്നതിന് അദ്ദേഹത്തിന് കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അവസാനമായിട്ട് അദ്ദേഹത്തിന് എന്താണ് നമ്മൾ സാധകരോട് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ഒന്നാമതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് മീ ടു മീ ധ്യാനകേന്ദ്രത്തോടാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില കൊച്ചു ചിന്തകൾ എനിക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തോട് ഞാൻ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. രണ്ടാമതായി യുവതലമുറയ്ക്ക് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ, മീ ടു മീ സെൻറ്റർ പോലെയുള്ള കേന്ദ്രങ്ങൾ നിരവധി ഉണ്ടാകണം. ഇന്ത്യ ഒട്ടാകെ, ലോകമൊട്ടാകെ. പറ്റുമെങ്കിൽ ഇതിൻ്റെ തന്നെ ശാഖകൾ ഉണ്ടാകണം, ആളുകൾക്ക് വരാനും പോകാനുള്ള സൗകര്യത്തിന്. അതുപോലെ മറ്റ് ആത്മീയ വഴി തേടുന്നവർക്ക് പ്രയോജനമാകുന്ന തരത്തിലുള്ള ഇതേപോലുള്ള മീ ടു മീ സെൻറ്റർ കേന്ദ്രങ്ങൾ വ്യാപകമാക്കുമ്പോഴാണ് ആത്മീയ വിദ്യാഭ്യാസം ലഭിക്കാൻ. ഇപ്പോൾ ആത്മീയ ഭാഷ അറിയണം. ആത്മീയ ഭാഷ അറിയാൻ ആത്മീയ ലിപി പഠിക്കണം. ഒരു ലിപിയില്ലാതെ ഒരു ഭാഷയില്ല. ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഭാഷ വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിക്കണ്ടേ? അപ്പോൾ ആത്മീയ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ, സ്പിരിച്വൽ ലാംഗ്വേജ് അറിയണമെങ്കിൽ സ്പിരിച്വൽ ആൽഫബറ്റ്സ് വേണം. അപ്പോൾ സ്പിരിച്വൽ ആൽഫബറ്റ്സിന് തുടങ്ങണമെങ്കിൽ ഇതുപോലുള്ള മീ ടു മീ സെൻറ്ററുകൾ വേണം. അവിടെ നിന്ന് ആത്മീയതയുടെ ആദ്യാക്ഷരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ ഭാഷയിലേക്ക് പ്രവേശിച്ച് ആത്മീയ ലോകത്തിൻ്റെ ഈ ലോകത്തിലേക്ക്, വിശാലമായ ലോകത്തിലേക്ക് നമുക്ക് ഈ ജനതയെ കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസാനമായിട്ട് ഈ പുതിയ തലമുറയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഗുരുനാമത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇങ്ങനെയുള്ള മീ ടു മീ സെൻറ്ററുകൾ ഇതേപോലെ സമാനതയുള്ള, പേരിലല്ല കാര്യം, അത് അവർ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്. ഇതേ കർമ്മങ്ങൾ, മീ ടു മീ സെൻറ്ററിൽ നടക്കുന്ന കർമ്മങ്ങൾ അവിടെ പോലെയുള്ള സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനങ്ങൾ
100 മീറ്റ് മീ സെൻറ്ററുകൾ പല പല പേരിൽ പല പല രൂപത്തിൽ ഉണ്ടാകട്ടെ, ലോകമാകെ പടരട്ടെ എന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. എനിക്കൊരവസരം തന്നതിൽ ഒന്നുകൂടെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നും തൊട്ടിനും പൊരുളോടും ഞാൻ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും ഇന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറല്ല ഓതുമൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാ ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം.